ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. മലയാളിയുടെ രാഷ്ട്രീയ ബോധ്യത്തെയും നീതിബോധത്തെയും വില കുറച്ചു കണ്ടവർക്ക് PR തന്ത്രങ്ങളിലൂടെ ജയിച്ചു കയറാമെന്ന ധാർഷ്ട്യത്തിന്, നുണയനെന്നും ഇരുണ്ട കാലവുമെന്നുള്ള പ്രയോഗങ്ങൾക്ക്, രക്തസാക്ഷി ഫണ്ടിലെ കണക്കു ചോദിച്ച സഖാവിനെ കള്ളനെന്ന് വിളിച്ചവർക്ക്, പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ വധശ്രമങ്ങളാക്കിയ ആഖ്യാനങ്ങൾക്ക്, നാടുനീളെ വർഗീയത വിളമ്പിയ വിഷനാവിന് വയമ്പ് തേച്ചവർക്ക്, എല്ലാറ്റിലുമുപരി പ്രതിപക്ഷ സ്വരമുയർത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ അശ്ലീല പ്രചാരം നടത്തിയവർക്ക് എന്തിനൊക്കെയാണ് പ്രബുദ്ധ കേരളം ഇന്ന് മറുപടി നൽകിയിരിക്കുന്നത്? രാജ്യത്ത് ഒരിടവും ബാക്കിയാവാതെ ഇടതുഭരണം അവസാനിച്ചുവെന്ന വിഷമഘട്ടത്തിലേക്ക് സ്വയം എത്തിയവർക്ക് പുനർവിചിന്തനമാകുമോ ഈ വിധി? തോറ്റാൽ വനവാസമെന്നും 100-ലധികം സീറ്റെന്നും ഉറപ്പിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ പ്രവചനങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നുപോലും ശരിയാകുമ്പോൾ, ഒരുമയുടെ മതേതരത്വത്തിന്റെ സന്ദേശം ആദ്യന്തം ഉയർത്തിയ മുസ്ലിം ലീഗ് ചരിത്രത്തിലാദ്യമായി പാർട്ടി കോട്ട പൊളിച്ചൊരു വനിതാ MLA കൂടി തരുമ്പോൾ, കോൺഗ്രസ് 2001 സമാനമായി 63 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടുമ്പോൾ ആ ജയത്തെ ന്യൂനപക്ഷ ഏകീകരണമെന്ന് വിശേഷിപ്പിക്കാൻ ഇനി ആര് ധൈര്യപ്പെടും? 10 വർഷത്തെ ഭരണത്തിൽ സ്വയം മാർക്കിട്ട്, സ്വയം പുകഴ്ത്തി, ജനക്ഷേമം ഔദാര്യമാക്കി അവതരിപ്പിക്കുമ്പോൾ ജനമിട്ട മാർക്കാണ്, ജനം നൽകിയ പ്രോഗ്രസ് കാർഡാണ് ഈ ഫലം. ചോദ്യങ്ങൾ ചോദിച്ചവരോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവരെ വിറപ്പിച്ച ഫലം. നേതൃത്വത്തെ അണികൾ തിരുത്തുമെന്ന വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക തലക്കെട്ട് അന്വർത്ഥമാക്കിയ ഫലമല്ലേ പയ്യന്നൂരിലും തളിപ്പറമ്പിലും കണ്ടത്? 3 വിരിഞ്ഞ താമരകൾ നൽകുന്ന സൂചനയും ചെറുതല്ല. കേരളത്തിൽ ആഞ്ഞുവീശിയത് പിണറായി വിരുദ്ധ തരംഗമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസിൽ നിന്നും രാജു പി നായർ, അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ CPM-ൽ നിന്നും, അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗിൽ നിന്നും, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ NV ബാലകൃഷ്ണൻ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ രമേശ് മാത്യു മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. അതിഥികൾ കൂടുതലാണ്. എല്ലാവരും മറുപടികൾ ചെറിയ വാചകങ്ങളിൽ ഒതുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം ശ്രീ രാജു പി നായർ, ഗംഭീരമായ വിജയത്തിന് ആദ്യം അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ ഷിബു മീരാനും അഭിനന്ദനങ്ങൾ ഞാൻ നൽകുകയാണ്. ശ്രീ രാജു പി നായർ, ഈ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മറുപടി എന്താണ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഞങ്ങൾ ആശയപരമായി തന്നെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷം കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയപരമായ ഒരു ചോദ്യം. കാരണം കേരളത്തിലെ ഇടതുപക്ഷ മനസ്സ് നേരത്തെ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ളൊരു ദ്വന്ദ്വം ഉണ്ടായിരുന്നപ്പോൾ അതിനെ മാധ്യമങ്ങളും മറ്റു പലരും ഒരു ലളിത യുക്തിയോടുകൂടി ഇടതും വലതും എന്ന് പറഞ്ഞു. പക്ഷെ നയങ്ങൾ കൊണ്ടും പരിപാടികൾ കൊണ്ടുമെല്ലാം ഇടതുപക്ഷമായിട്ട് നിന്നിരുന്ന കോൺഗ്രസും ഇന്ന് വലതുപക്ഷമായി മാറിയ CPM-ഉം BJP-യും തമ്മിലുള്ള മത്സരമായിട്ട് മാറുകയാണ്. അവിടെ CPM വലതുപക്ഷമായിട്ട് മാറിയത് അവരുടെ പരിപാടികൾ കൊണ്ടാണ്, അവരുടെ വർഗീയത കൊണ്ടാണ്, അവരുടെ പ്രകൃതി വിരുദ്ധ നയങ്ങൾ കൊണ്ടാണ്, അവരുടെ ഇടതു മൂല്യങ്ങളിൽ നിന്ന് മാറിയത് കൊണ്ടാണ്. അവിടെ തീർച്ചയായിട്ടും ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിലെ മുഴുവൻ സമൂഹവും, അത് ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായവും CPM-ൻ്റെ അണികളും ഇടതുപക്ഷ ചിന്തകരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടാണ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് കോൺഗ്രസിന് ഇത്രയും അധികം സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞത്. UDF-ൽ ലീഗ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഘടകകക്ഷികളും ഏറ്റവും നല്ല മിന്നുന്ന വിജയം നേടിയത്. തീർച്ചയായിട്ടും 102 എന്ന് പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ ആ ഉത്തരവാദിത്തം ഈ കേരളത്തിലെ CPM-ൽ നിന്ന് അകന്നു പോയിട്ടുള്ള ഇടത് മൂല്യമുള്ള എല്ലാ പ്രവർത്തകരെയും, എല്ലാ വോട്ടർമാരെയും UDF-നോട് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. 3 സീറ്റ് എന്നുള്ളത് ചെറിയ സംഖ്യയായിരിക്കാം, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഒരു പരാജയവും കൂടിയായി ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അത് ഞങ്ങളാണ് അവിടെ മത്സരിച്ച് അവർക്ക് വിജയം സമ്മാനിച്ചത് എന്നുള്ളതുകൊണ്ടല്ല. പക്ഷെ കേരളം BJP-ക്ക് 3 സീറ്റ് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ഓരോ മതേതരവാദിയുടെയും പരാജയമാണ്. അതുകൊണ്ട് തന്നെ ആ 3-ൽ നിന്ന് 0-ലേക്ക് എത്തിക്കാനും CPM-ൽ നിന്ന് BJP-യിലേക്ക് പ്രവർത്തകർ പോകാതെ അവരെ കോൺഗ്രസിനോടും UDF-നോടും ചേർത്ത് നിർത്തുക എന്നുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം കൂടിയാണ്. തകർന്നടിഞ്ഞൊരു കേരളം, സാമ്പത്തികമായി സാമൂഹികമായി എല്ലാം തകർത്തടിച്ച ഒരു കേരളത്തെ
ഞങ്ങളുടെ നിലപാടുകളുടെയും വർഗീയ വിരുദ്ധ നിലപാടിൻ്റെയും ബലത്തിൽ ഞങ്ങൾ തിരിച്ചു പിടിച്ച് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു മതേതര സംസ്ഥാനമാക്കി നിലനിർത്തുക എന്നുള്ളത് കൂടിയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം. തീർച്ചയായും അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ UDFും കോൺഗ്രസും മുന്നോട്ട് പോകും. ഞങ്ങളുടെ നയങ്ങളിൽ അത് പ്രകടമാകും, ഞങ്ങളുടെ പരിപാടികളിൽ അത് പ്രകടമാകും. കഴിഞ്ഞ 10 വർഷം വർഗീയതയ്ക്ക് വിളനിലമുണ്ടാക്കി കൊടുത്ത CPMന്റെ നയത്തിന് എതിരായിട്ട് കർശനമായ നടപടികളോടെ വർഗീയത വിതയ്ക്കാൻ ശ്രമിക്കുന്ന വർഗീയ വിഷവത്തുക്കളെ നിലയ്ക്ക് നിർത്തുന്ന നടപടികളോടുകൂടി ഞങ്ങൾ കേരളത്തെ മതേതര കേരളമായി നിലനിർത്തും. അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ശരി, അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, ഈ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങളെ 35ലേക്ക് താഴ്ത്തിയിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾക്ക് നൽകുന്ന പാഠം എന്താണ്? അപ്പോൾ അതിനു മുമ്പ് സ്മൃതി ഇൻട്രോയിൽ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. പറയുന്ന കാര്യങ്ങൾക്ക് വലിയ അടിസ്ഥാനപരമായിട്ടുള്ള ശരി അതിനകത്തുണ്ട് എന്ന് പ്രേക്ഷക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് പറയുന്നത്. ഗവൺമെന്റിന്റെ ചില കാര്യങ്ങൾ സ്വയം മാർക്കിട്ട് ഒന്നാമതെത്തിയെന്നാണ് സ്മൃതി അവകാശപ്പെട്ടത്. താങ്കളെപ്പോലെ നിഷ്പക്ഷത നടിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. കാരണം വസ്തുതകൾ അതല്ല. നീതി ആയോഗിന്റെ മാർക്കിടലിലാണ് കേരളം ഏതെങ്കിലും രൂപത്തിൽ കഴിഞ്ഞ സർക്കാരുകൾ മുന്നോട്ട് ആരോഗ്യ മേഖലയിലായിരുന്നാലും വിദ്യാഭ്യാസ മേഖലയിലായിരുന്നാലും മറ്റു മേഖലകളിലായിരുന്നാലും ശരി, എക്സ്ട്രീം പോവർട്ടി റാഡിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അത് നീതി ആയോഗിന്റെ മാർക്കിടലിലാണ്. ഞാൻ പറഞ്ഞത് പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇതാ ഞങ്ങൾ നടപ്പാക്കി നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാനും പ്രേക്ഷക സമൂഹവും കേട്ടതാണ്. അങ്ങനെ ഇടയ്ക്ക് കയറരുത്. നിങ്ങൾ രാജു പി നായർ സംസാരിച്ചപ്പോൾ ഇടയ്ക്ക് കയറില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തി ഇത്തരത്തിലുള്ള ചർച്ചയിൽ കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള സാമാന്യ മര്യാദ കൂടെ നിങ്ങൾ കാണിക്കണം. അതല്ലെങ്കിൽ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കാതിരിക്കുക. അതാണ് മര്യാദ, മാന്യത. നിങ്ങൾ പറഞ്ഞ കാര്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് സ്വയം മാർക്കിടുന്നവരായി ഇടതുപക്ഷം മാറി എന്നുള്ളതാണ്. ഞങ്ങൾ സ്വയം മാർക്കിട്ടതല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. നീതി ആയോഗിന്റെ, അത് കരുണാത്വ കൊണ്ടല്ല, നീതി ആയോഗിന്റെ മാർക്കിടലിലാണ്. കേരളത്തിൽ ഏതെങ്കിലും നേട്ടത്തിൽ കേരളം മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നീതി ആയോഗിന്റെ മാർക്കിടലിലാണ്. അതിൽ പോലും അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളുടെ നിഷ്പക്ഷത ജനം വിലയിരുത്തട്ടെ. ഞാൻ അതവിടെ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഞങ്ങൾക്ക് പരാജയമുണ്ടായി. ഞാൻ ആദ്യമേ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയെയും കോൺഗ്രസിനെയും ഞങ്ങൾ നിരന്തരമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയെയും ഒക്കെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. ഒരുപാട് പാഠങ്ങൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ഇപ്പോൾ ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ആ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഞങ്ങൾക്കിനിയും ഒരുപാട് പാഠങ്ങൾ ഈ പരാജയത്തിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ നടപ്പിലാക്കി, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ നടപ്പിലാക്കിയത് മുഴുവൻ വലതുപക്ഷ നയങ്ങൾ എന്നാണ്. ഞങ്ങൾ കേരളത്തിലെ പാവങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർക്ക് പെൻഷൻ കൊടുത്തത് മുതലുള്ള മുഴുവൻ കാര്യങ്ങളിലും എവിടെയാണത് അദ്ദേഹം വലതുപക്ഷ നയം കണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. സ്മൃതി ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായി മറുപടി പറയുന്നു. അതിന് എനിക്ക് മുൻപേ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ നിങ്ങളെ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങളെയും മാധ്യമങ്ങളെയും അറിയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ വലിയ പരാജയം, ഇരുത്തി ചിന്തിക്കേണ്ടുന്ന ഒരു വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട്. ആ പരാജയത്തെ സംബന്ധിച്ച് പാർട്ടി എന്തൊക്കെയാണ് വിമർശനങ്ങളായിരുന്നാലും ശരി, പരാതികളായിരുന്നാലും ശരി, പരിഭവങ്ങളായിരുന്നാലും ശരി, കൃത്യമായി പരിശോധിച്ച് അതിൽ നിന്നും പുറത്തു വരുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ശരി, ഇപ്പോൾ ശ്രീ KC വേണുഗോപാൽ തത്സമയം നമ്മോടൊപ്പമുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുന്നു. ശ്രീ KC വേണുഗോപാൽ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഈ ഗംഭീര വിജയത്തിന്. 100 കടന്ന 102 എത്തിയിരിക്കുന്ന ഈ ഗംഭീര വിജയത്തിന്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ഒരു ബദൽ കൊണ്ടുവരണമല്ലോ. ഇതുവരെ ഉണ്ടായിരുന്ന 10 വർഷത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭരണം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ബദൽ? ഈ വിജയത്തിൽ എന്തൊക്കെ ഘടകങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി? അല്ല, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള സന്ദേശമുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ. ജനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ച സന്ദേശം വളരെ ക്ലിയറാണ്. അഹങ്കാരവും ധിക്കാരവും അതുപോലെ സ്വജനപക്ഷപാതവും അഴിമതിയും നിറഞ്ഞ ഒരു കാലഘട്ടത്തെ അവർ ഒട്ടും അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പ്രഥമ പാഠം. അതുതന്നെയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ബാധ്യതയായിട്ട് മാറിയത്. ആ ബാധ്യത കേരളം ഉടനീളം ചർച്ച ചെയ്തതാണ് ജനങ്ങളുടെ മുന്നിലേക്ക്. ആ ബാധ്യതയെ പരിഹരിക്കുന്നതിന് പകരം, അതിന് പരിഹാരക്രിയ ചെയ്യുന്നതിന് പകരം ആ ബാധ്യത ഒരു അലങ്കാരമായി ഏറ്റെടുത്തുകൊണ്ട് അഹങ്കാരവും ധിക്കാരവും കൂട്ടുകയാണ് ഈ സർക്കാർ ചെയ്തത്. അതിലുള്ള ജനവികാരം കൃത്യമായി പ്രതിഫലിക്കുന്നതാണ്. ഇത് കേവലം ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ അവർ ആത്മാർത്ഥമായി പണിയെടുത്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം വളരെ ശ്ലാഘനീയമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, നേതാക്കളും. പക്ഷെ അതോടൊപ്പം തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള കുറെ ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ CPMന്റെ കോട്ടകൊത്തലങ്ങളിൽ നിന്ന് അവർക്കെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്.
അത് അവരുടെ നിലപാടുകൾക്കെതിരായിട്ടുള്ള വോട്ടാണ്, കൃത്യമായ വോട്ടാണ്. ഈ പാർട്ടിയുടെ അപജയം കണ്ടിട്ട് മനമെടുത്തിട്ടുള്ള വോട്ടാണ്. അത് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന ഇവിടെ അമ്പലപ്പുഴയിലുള്ള നമ്മുടെ വൻപിച്ച ഭൂരിപക്ഷത്തിന് വിജയിച്ച സ്ഥാനാർത്ഥി ശ്രീ ജി സുധാകരൻ തന്നെ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടപ്പോഴും അതിലെ തെറ്റുകൾക്കെതിരായിട്ട് ചൂണ്ടിക്കാണിക്കാറുണ്ടായിരുന്നു. അന്നൊക്കെ സഹിഷ്ണുതയുടെ നേട്ട പാർട്ടി പിന്നീട് കണ്ടത് അത്തരം വിമർശനങ്ങളെ ഒന്നും സഹിക്കാതെ വിമർശിക്കുന്നവൻ പോടാ പുറത്ത്, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള സമീപനമായിരുന്നു. അതാണ് ഇവിടെയും കണ്ടത്, തളിപ്പറമ്പിൽ കണ്ടത്, പയ്യന്നൂരിൽ കണ്ടത്. പയ്യന്നൂരിലൊക്കെ എന്റെ നിയമം, പിന്നെ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് പയ്യന്നൂർ. എന്റെ 19 വർഷത്തെ രാഷ്ട്രീയ പരിചയത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രമെന്ന് ആര് നിർത്തിയാലും 10,000, 30,000, 40,000 വോട്ടിന് ജയിച്ചു വരുന്ന സീറ്റാണത്. ആർക്കും കണ്ണുമടച്ചൊരു CPM സ്ഥാനാർത്ഥിക്ക് ആരായിക്കോട്ടെ നിൽക്കാവുന്ന സ്ഥലം. അവിടെ 7,000-ലധികം വോട്ടിന് കുഞ്ഞികൃഷ്ണൻ ജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ, അതും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലുള്ള സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പാഠം കൃത്യമാണ്. അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു വിജയമാണോ ശ്രീ കെ സി വേണുഗോപാൽ? നിങ്ങളൊരു സന്ദേശം എന്ന നിലയ്ക്കാണല്ലോ കുഞ്ഞികൃഷ്ണനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. പയ്യന്നൂരത്തെ കാര്യം അങ്ങനെ തന്നെ. പയ്യന്നൂരിൽ CPM-ന്റെ വലിയ വോട്ട് വ്യത്യാസം ഉണ്ടാകും. CPM-ൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് വരും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് ജയത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ ഇത്ര ഭീകരമായിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം 40,000-ഓളം വോട്ട്, 45,000 വോട്ട് ഒറ്റയടിക്ക് ഒരു അസംബ്ലിയിൽ മാറ്റിമറിക്കുക എന്ന് പറയുന്നത് അനായാസമായി നടക്കുന്ന കാര്യമല്ല. അവർക്ക് ഏറ്റവും നല്ല കാഡറുള്ള സ്ഥലവും കൂടിയാണത്. അപ്പൊ അത് എന്തായാലും കുഞ്ഞികൃഷ്ണൻ അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പല സഹപ്രവർത്തകരും അവര് പകൽ പ്രകടനത്തിൽ പോവും, ജാഥയിൽ പോവും, പക്ഷേ അവര് കൃത്യമായി തീരുമാനമെടുത്തിരുന്നു കുഞ്ഞികൃഷ്ണനെ ജയിപ്പിക്കാൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കണ്ണൂർ വെച്ച് പറഞ്ഞത് ഇപ്രാവശ്യം കണ്ണൂരിൽ അത്ഭുതങ്ങളുണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ തളിപ്പറമ്പിലത്തെ കാര്യം അതുതന്നെ. അപ്പൊ ഇത് CPM അവരുടെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ നയങ്ങൾക്കെതിരായിട്ടുള്ള ഹെവി ആന്റി ഇൻകംബൻസി ഞങ്ങളെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ആ ആന്റി ഇൻകംബൻസിയുടെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല നെറേറ്റീവ്, നല്ല ഡിസൈനോടുകൂടിയുള്ള നെറേറ്റീവ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. പിന്നെ പോസിറ്റീവ് ക്യാമ്പയിനും ഉണ്ട്. ഞങ്ങളുടെ ഗ്യാരണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിന്റെ പോസിറ്റീവ്, വെറും നെഗറ്റീവ് മാത്രം പറഞ്ഞതുകൊണ്ട് ജനം വോട്ട് ചെയ്യില്ലല്ലോ. അവരുടെ മുന്നിൽ താങ്കൾ ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യത്തിന് അവിടെ മുന്നിലേക്ക് ഇനി വെൽക്കാൻ പോകുന്ന എന്തായാലും കേരളത്തിന് ഒരുപാട് സമഗ്രമായ മാറ്റം ആവശ്യമുള്ള ഒരുപാട് മേഖലകളുണ്ട്. പരമ്പരാഗത ശൈലികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കേരളത്തിലെ ചെറുപ്പക്കാരെയും കേരളത്തിലെ സഹോദരിമാരെയും കൃഷിക്കാരെയും തൊഴിലാളികളെയും ഒക്കെ ബാധിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളിൽ വളരെ വളരെ വിഷനോട് കൂടിയിട്ടുള്ള ഡിസിസീവായ തീരുമാനങ്ങൾ ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും അതൊന്നും ഇപ്പം ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. വിശദമായിട്ട് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കൃത്യമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതിന് സംശയമില്ല. അതായിരിക്കും വളരെ. അതോടൊപ്പം തന്നെ ഇവിടെ ബി.ജെ.പി അക്കൗണ്ട് തുറന്നിരിക്കുന്നു. അക്കൗണ്ട് തുറക്കുക ഒരിടത്തല്ല, 3 പേരാണ് BJP-യിൽ നിന്നും നിയമസഭയിലേക്ക് എത്തുന്നത്. ഈ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അതിനിടയാക്കിയ സാഹചര്യം എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ഞാൻ അതിനെ അത്ര ഗൗരവതരമായിട്ട് കാണുന്നില്ല. BJP ദേശീയ തലത്തിൽ ശക്തിയല്ലാത്ത കാലത്തും നേമത്ത് O. രാജഗോപാൽ ജയിച്ചു വന്നതാണ്, നമ്മൾ കണ്ടതാണ്. O. രാജഗോപാൽ നേമത്ത് MLA ആയിരുന്നതാണ്. കഴക്കൂട്ടം കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായി നമുക്കറിയാം അവരുടെ പോരാട്ടം ഉണ്ടായിരുന്നു. 30 നാമമാത്രമായ വോട്ടിനാണ് ഇപ്രാവശ്യം ജയിച്ചത്. അത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് CPM-ന്റെ നിലപാട് തന്നെ. പയ്യന്നൂരിൽ എന്തുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ ജയിച്ചു എന്നുള്ളത് CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് കാരണം. കഴക്കൂട്ടത്തും ഇതുപോലെ തന്നെയാണ്. ചാത്തന്നൂരിലത്തെ കാര്യം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ചാത്തന്നൂരിൽ ഒരിക്കലും BJP ജയിക്കുമെന്നാലും പ്രതീക്ഷിച്ചിട്ടില്ല. ചാത്തന്നൂരിലെയും കഴക്കൂട്ടത്തെയും ജയം CPM-ന്റെ ചെലവിൽ അവർ നേടിയെടുത്ത ജയമാണെന്നാണ് എന്റെ വിശ്വാസം. BJP അല്ലാതെ BJP-യുടെ ശക്തി കൊണ്ട് ജയിച്ചതല്ല. നേമത്ത് അവർ ജയിച്ചിട്ടുണ്ടാകും, കാരണം നേരത്തെയും ജയിച്ച സീറ്റാണ്. അല്ലാണ്ട് BJP വളർന്നുപോയി എന്ന് പറഞ്ഞാൽ അവരുടെ വോട്ട് ഷെയർ എടുത്ത് നോക്കിയാൽ എവിടെയാണ് പ്രകടമായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്? അതൊന്നും ഉണ്ടായിട്ടില്ല. അത് അത്ര ഒരു അപായ സൂചന നൽകുന്ന ഒരു വളർച്ചയായിട്ട് തോന്നുന്നില്ല. നമ്മൾ വളരെ കേരളത്തിലെ ജനങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ടും വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് നടത്തിയിരിക്കുന്നത്. ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, ഈ വർഗീയ കോമരങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള ക്ലിയർ മെസ്സേജാണ് അത്. അത്തരം കാര്യങ്ങൾ പറയുന്ന എല്ലാവർക്കുമുള്ള ക്ലിയർ മെസ്സേജാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ശരി, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ശ്രീ കെ സി വേണുഗോപാൽ. ഒപ്പം തന്നെ അങ്ങേക്ക് ഒപ്പം നിൽക്കുന്ന അവിടെ ഇരിക്കുന്ന ശ്രീ ജി സുധാകരന് കൂടി എന്റെ അഭിനന്ദനങ്ങൾ കൈമാറുക. വലിയ വിജയമാണ്. 102 കടന്ന ഈ വിജയം നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന് വിജയമാണ്. റിപ്പോർട്ടർ ചാനലിന്റെ അഭിനന്ദനങ്ങൾ അവർ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ജി സുധാകരൻ കേൾക്കാമെങ്കിൽ. ശരി, അപ്പോ ശരി.
ശരി, ഏതായാലും അദ്ദേഹം ഇപ്പൊ സംസാരിക്കും, അദ്ദേഹം വിശദമായിട്ട് പിന്നീട് സംസാരിക്കും. ശരി, ഓക്കെ, കുഴപ്പമില്ല. വളരെ നന്ദി ഈ ഘട്ടത്തിൽ നമ്മുടെ ചർച്ചയിൽ ചേർത്തന്നെ. വളരെ ഇദ്ദേഹത്തിന്റെ വിജയം നൽകുന്ന നന്മയുടെ ഒരു സന്ദേശമുണ്ട്. ശരിയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഷിബു മീരാനിലേക്ക് വന്നു. ഷിബു മീരാൻ, ലീഗിൻ്റെതും ഗംഭീര വിജയമാണല്ലോ. നിങ്ങളുടെ ഇത്തവണത്തെ വിജയത്തിന് പത്തര മാറ്റാണ്. കാരണം ഒരു സാമുദായിക സ്പർദ്ധ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ പല ആളുകളിൽ നിന്നും വരുമ്പോൾ അതിനെ നിങ്ങൾ നേരിട്ട രീതിയുണ്ട്. അതിന് മറുപടി പറയാതെ തന്നെ സാമുദായിക സൗഹാർദ്ദം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിലപ്പുറം നിങ്ങൾ ഇത്തവണ നിർത്തിയ സ്ഥാനാർത്ഥികൾ ഒരുപാട് യുവാക്കൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നു. അതിൽ തന്നെ വനിതാ സ്ഥാനാർത്ഥി വരുന്നു. ആ വനിതാ സ്ഥാനാർത്ഥി MLA ആയിരിക്കുന്നു. ആദ്യമായി ലീഗിനൊരു വനിതാ MLA ഉണ്ടാകുന്നു. ആ തരത്തിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഒരുപാട് പ്രത്യേകതകൾ കൊണ്ടുവന്ന, അല്ലെങ്കിൽ പുരോഗമനപരമായ നിലപാടുകളിലേക്ക് നിങ്ങൾ കടന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ ഈ ഫലത്തെ എങ്ങനെ കാണുന്നു? ഞങ്ങൾ വലിയ ആവേശത്തിലും അതോടൊപ്പം തന്നെ വലിയ വിനയത്തോടെയും സ്മൃതി വിജയത്തെ ഏറ്റുവാങ്ങുകയാണ്. ഞങ്ങളുടെ വിജയത്തിന്റെ ഒരു ഇരട്ടി മധുരം എന്ന് പറയുന്നത്, ഞാൻ പെട്ടെന്ന് പറയാൻ സിമിയുടെ ഒരു സമയപരിമിതി എനിക്ക് 2021 മുതൽ 2026 വരെയുള്ള കേരളത്തിന്റെ ഈ രാഷ്ട്രീയ യാത്രയുടെ കാലത്തിന് 2 ഘട്ടം ഉണ്ടായിരുന്നു. 2021 പരാജയപ്പെടുന്നു, ഞങ്ങളുടെ സീറ്റുകളുടെ എണ്ണം കുറയുന്നു, ഞങ്ങളിപ്പോൾ അങ്ങോട്ട് മുന്നണി വിട്ടുകളയെന്നൊരു ചർച്ച ഉണ്ടാവുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ കളങ്കാവൽ സിനിമയിൽ മമ്മൂട്ടി നിൽക്കുന്നത് പോലെ CPM ഇങ്ങനെ വഴിവെക്കിൽ ഞങ്ങളെയും കാത്തു നിൽക്കണം, ഇന്നല്ലെങ്കിൽ നാളെ ലീഗ് ഞങ്ങളുടെ കൂടെ വരാതിരിക്കില്ല എന്ന മട്ടിൽ കാത്തു നിന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉറപ്പായും UDF-നോട് കോൺഗ്രസിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന്. അത് വിജയിക്കുന്ന ഒരു നിലയുണ്ടായി. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ വിജയിച്ചു വന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നല്ല നേട്ടം ഉണ്ടാക്കി, പഞ്ചായത്ത്. അപ്പോൾ ഈ സംഗതി മാറുകയാണ്. ഒരു പ്രണയപ്പകയോടെ, ഒരു വല്ലാത്ത നഷ്ടബോധത്തോടെ CPM മറ്റൊരു പൊളിറ്റിക്കൽ പ്ലോട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവരൊരു ടൂളായി കണ്ടെടുത്തത് ഞങ്ങളെയായിരുന്നു. ഞങ്ങൾ നേർക്ക് നേരെ പറയല്ല, ഞങ്ങളുടെ പിറകിൽ മറ്റാരൊക്കെയുണ്ട്. ഇവർ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു, ഇവർ ഉപമുഖ്യമന്ത്രിയാവാൻ പോകുന്നു, ഇവർ കേരളത്തിന്റെ ഖജനാവ് മുഴുവൻ ഒരു സമുദായത്തിന് വേണ്ടി കട്ടുകടത്താൻ പോകുന്നു എന്നൊക്കെ ഒരു ക്യാമ്പയിൻ CPM ഡിസൈൻ ചെയ്തു. CPM-ന് പറയാവുന്ന പരിധിവരെ CPM നേരിട്ടത് പറഞ്ഞു. അവിടുന്ന് അപ്പുറത്തേക്ക് മറ്റു ചിലർക്ക് ഈ വിദ്വേഷ ക്യാമ്പയിൻ അവർ ഔട്ട്സോഴ്സ് ചെയ്തു. അതിനൊക്കെ സൂക്ഷ്മമായി നേരിട്ട് കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് ഞാനിപ്പോൾ എൻ്റെ പാർട്ടി പ്രതിനിധി എന്ന നിലയ്ക്ക് സ്മൃതിയുടെ മുന്നിൽ നിൽക്കുന്നത്. 85,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് അഭിവന്ദനായ ഞങ്ങളുടെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരള നിയമസഭയിലേക്ക് നടന്നു വരാണ്. അതൊരു വെറും വരവല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അംഗസംഖ്യ 2011 റെക്കോർഡ് തകർത്ത് 22 MLA-മാരെയും കൊണ്ട് 27-ൽ 22 സീറ്റും ജയിച്ചാണ് ഞങ്ങൾ വരുന്നത്. രാജ്യത്തിന്റെ ലോക്സഭയിൽ ഞങ്ങൾക്ക് 3 അംഗങ്ങളാണ്, CPM-ന് 3 അംഗങ്ങളാണ്. ഞങ്ങൾ വലുതായതല്ല, CPM ഞങ്ങളോളം ചെറുതായതാണ്. ഇനിയിപ്പോൾ കേരളത്തിന്റെ നിയമസഭയിൽ ഞങ്ങൾക്കും CPM-നും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4-5 സീറ്റിന്റെ ചെറിയൊരു വ്യത്യാസമാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് CPM-ന് ഞങ്ങളോട് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് 50 സീറ്റും 55 സീറ്റും ഒന്നും കിട്ടുന്നൊരു കാലം കാത്തിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞങ്ങളുടെ അരികിലേക്ക് എത്താൻ CPM ചെറുതായി എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ഇഷ്ടപ്പെടുന്നത്. വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ, ഒരു പെൺകുട്ടി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങളുടെ പതാകയും പിടിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് കയറി വരികയാണ്. ഞങ്ങൾ മത്സരിപ്പിച്ച ചെറുപ്പക്കാരൊക്കെ നല്ല വിജയം കൈവരിച്ചു. അതോടൊപ്പം തന്നെ ഈ വിദ്വേഷ ക്യാമ്പയിൻ ശക്തമായി പ്രയോഗിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലക്ക് സന്ദീപ് വാര്യർ വിജയിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ട്. തവനൂരിൽ നിന്ന് VS ജോയ് വിജയിച്ചു വരുമ്പോൾ അവിടേക്ക് നടന്ന ക്യാമ്പയിന്റെ സ്വഭാവം ഞങ്ങൾക്ക് അറിയാം. സമുദായം പറഞ്ഞൊക്കെ വോട്ട് പിടിക്കുകയാണ്, ഈ കൂട്ടരൊന്നും ഇവിടെ ഇല്ലല്ലോ, നമ്മുടെ ആളുകളല്ലെന്നൊക്കെ പറഞ്ഞ് വോട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾ തിരൂരങ്ങാടിയിൽ പണ്ട് AK ആന്റണിയെ വിജയിപ്പിച്ച ഒരു കഥ ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു. തവനൂരിൽ VS ജോയ് വിജയിക്കുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരുടെ വിയർപ്പും ഞങ്ങളുടെ പ്രവർത്തകരുടെ അധ്വാനവും അതിന്റെ പിറകിലുണ്ട് എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ പറയുകയാണ്. ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു അപരവൽക്കരണത്തിന്റെയും ഒരു ഹെയ്റ്റ് പൊളിറ്റിക്സിന്റെയും അവസരം കേരളത്തിൽ ഇല്ല എന്ന് ശക്തമായി പാണക്കാട്ടെ തങ്ങളുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കാൻ കഴിയുന്നു എന്നതാണ് ഞങ്ങൾക്ക് അഭിമാനം നൽകുന്നത്. ഈ വലിയ വിജയത്തിൽ കാസർഗോട്ടും മഞ്ചേശ്വരത്തും BJP നേർക്കുനേരെ ഒരു പോരാട്ടത്തിൽ ഞങ്ങൾ പരാജയപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, ഞങ്ങളുടെ പാർട്ടി കേഡർമാരുടെ വോട്ട് മാത്രമല്ല, ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെ വോട്ട് മാത്രമല്ല, ഇവർ ഈ കേരളത്തിന്റെ സെക്യുലർ ക്രെഡൻഷ്യലിന് പരിക്കേൽപ്പിക്കാത്തവരാണ് എന്ന് ഞങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള 100 മനുഷ്യർ, വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ഞങ്ങൾക്ക് വോട്ട് നൽകിയിട്ടുണ്ട്. ഈ വിജയത്തെ വിനയാന്വിതരായി ഉത്തരവാദിത്ത ബോധത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങളിൽ അർപ്പിച്ച ഈ വിശ്വാസം ഒരു അണുവിട പോലും വ്യതിചലിക്കാതെ ഈ മാൻഡേറ്റിനെ നെഞ്ചേറ്റ് ഞങ്ങളെ ഏൽപ്പിച്ച ഈ വിജയവും ഈ ദൗത്യവും മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഞങ്ങൾക്ക് പ്രാർത്ഥന പോലെ വിശുദ്ധമായ ഒരു കർമ്മമാണെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. സ്മൃതി. ശരി, ശ്രീ രമേശ് മാത്യു, മാധ്യമപ്രവർത്തകൻ. ശ്രീ രമേശ് മാത്യു,
ഇത്തരം 102 എന്ന ഒരു വലിയ അക്കത്തിലേക്ക് UDF-ന് എത്താൻ കഴിഞ്ഞത് അത് എങ്ങനെയാണെന്നാണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? അതിൽ വെള്ളാപ്പള്ളി നടേശന്റെ പങ്ക് എത്രത്തോളമുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ കോൺഗ്രസ് നേതാക്കളായാലും ലീഗ് നേതാക്കളായാലും ആവർത്തിച്ച് പറയുന്ന വർഗീയ പ്രചാരണങ്ങൾ, അതിനെതിരെയുള്ള സെക്യുലർ മനസ്സുകളുടെ ഏകീകരണമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ ന്യൂനപക്ഷ ഏകീകരണം നടക്കുമെന്നുള്ളൊരു പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സെക്യുലർ മനസ്സുകളുടെ ഏകീകരണം സംഭവിച്ചിരിക്കുന്നു എന്നതാണോ അങ്ങയുടെയും വിലയിരുത്തൽ? സ്മൃതി പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശന്റെ പല പ്രൊവോക്കേഷൻസിനും മുസ്ലിം ലീഗ് മിണ്ടാതിരുന്ന അത് അവരുടെ മര്യാദ കൊണ്ട് മാത്രം. അവർ ഒന്നക്ഷരം അദ്ദേഹത്തിനെതിരായിട്ട് പറയുകയുണ്ടായില്ല. വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും അതിര് കടന്ന രീതിയിലുള്ള വർഗീയതയൊക്കെ നടത്തിയ സമയത്തും ഒക്കെ ശരിക്കു പറഞ്ഞാല് ആ സമയത്ത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിക്ക് തടയാമായിരുന്നു. നേരെ തന്നെ അദ്ദേഹത്തിനോട് ഇതിന് കൺട്രോൾ ഏർപ്പെടുത്താമായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ അതെല്ലാം കണ്ടുകൊണ്ടിരുന്നുകൊണ്ടൊക്കെയുള്ള ദോഷമാണ് ഇപ്പൊ വന്നത്. പലരും ആദ്യം തന്നെ ചോദിച്ചു, ഇത് CPM-നെതിരായിട്ടുള്ള വേർഡിക്റ്റ് ആണോ അതോ പിണറായി വിജയനെതിരായിട്ടുള്ള വേർഡിക്റ്റ് ആണോ? അതെല്ലാം കൂടെ ഉള്ളതാണെന്നേ ഞാൻ പറയുള്ളൂ, ചുരുക്കത്തിൽ പറഞ്ഞാല്. അല്ലെങ്കിൽ എങ്ങനെയാണ് 47ഉം 54 വർഷമൊക്കെ ആയിട്ട് CPM-ന്റെ കയ്യിലിരിക്കുന്ന സീറ്റുകൾ പലതും പോയത്? ഇപ്പൊ തളിപ്പറമ്പ്, പയ്യന്നൂർ, പിന്നെ EMS പണ്ട് അത് നീലേശ്വരം ആയിരുന്നു, ഇപ്പൊ തൃക്കരിപ്പൂരിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഇങ്ങനെ അത് വളരെ മുമ്പാണ്, 57-ലോ മറ്റോ ആണ്. അപ്പൊ അത്രമാത്രം ഒരു ആന്റി ഗവൺമെന്റ് ഫീലിംഗ് ഇന്ന് മനുഷ്യരുടെ ഇടയിൽ ശരിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നിന്നെല്ലാം രാജു പി നായർ ആദ്യം പറഞ്ഞ പോലെ ഒരു പാഠം ഉൾക്കൊണ്ട് തന്നെ കോൺഗ്രസ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ CPM-നെ കാര്യമായിട്ട് കോർണർ ചെയ്യാൻ കോൺഗ്രസിന് പറ്റിയേക്കും. കാര്യം ഏതോ ഒരു പാനലിസ്റ്റ് പറയുന്ന കേട്ടു, BJP ജയിച്ച 3 സീറ്റിലും കോൺഗ്രസ്സുകാരാണ് 3-ാം സ്ഥാനത്ത് പോയി UDF-ന്റെ സ്ഥാനാർത്ഥികളെന്ന്. അതിലൊന്നും ഞാൻ വലിയ കാര്യമാക്കുന്നില്ല. കാര്യം BJP എന്ന് പറഞ്ഞു BJP-യെ വലുതാക്കുകയാണ് അങ്ങനെ പറയുന്നവരെന്ന് ഞാൻ വിചാരിക്കുകയുള്ളൂ. അല്ലാതെ BJP-ക്ക് ശരിയാണ്, BJP-ക്ക് തീർച്ചയായിട്ടും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ BJP എന്നുള്ള പേര് പറഞ്ഞ് പിന്നെയും BJP-ക്ക് കൂടുതൽ അപ്രമാദിത്യം അനുവദിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ കാണുന്നത് പല സ്ഥലങ്ങളിലും. പക്ഷെ ഇപ്പൊ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കാണും, BJP-ക്ക് വളരാവുന്നതിന് ഒരു പരിധിയുണ്ട്. നമ്മുടെ സ്റ്റേറ്റിലെ കമ്മ്യൂണൽ സോഷ്യൽ ഇക്വേഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് രീതിയിലുള്ള വോട്ടുകളാണ് BJP-ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ലിമിറ്റ് ഉണ്ട്, ഒരു ബോർഡർ ഉണ്ട്. അതുപോലെ അല്ല ശരിക്കും പറഞ്ഞാൽ CPM-നും കോൺഗ്രസിനും ഇന്നിവിടെയുള്ള മാസ് സ്പേസ്. ശ്രീ രമേശ് മാത്യു, പക്ഷേ എല്ലായിടത്തും BJP പതുക്കെ അവരുടെ ബേസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അങ്ങേക്ക് അറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പശ്ചിമ ബംഗാൾ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ ഇപ്പോൾ FCRA ഭേദഗതി വന്ന ശേഷം ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയ ഒഴുക്കൊന്നും BJP-യിലേക്ക് ഉണ്ടാകില്ല എന്ന് കരുതുമ്പോൾ അനൂപ് ആന്റണിക്ക് കിട്ടിയ വോട്ടും ഒക്കെ ഒന്ന് പരിശോധിക്കേണ്ടി വരും, എത്രത്തോളം അവിടേക്ക് ഒഴുകിയിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ അത് അവിടെ നിൽക്കുന്നുണ്ട്, അത് വളരുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. 3 താമര വിരിഞ്ഞുവെങ്കിൽ അത് ഗൗരവത്തിൽ കാണേണ്ട കാര്യം തന്നെയാണ്. അത് ശ്രദ്ധിച്ചു കാണും. 3 താമരയും വിരിഞ്ഞത് സൗത്ത് കേരളയിലാണ് ഉണ്ടായിരിക്കുന്നത്. സൗത്ത് കേരളയുടെ പൊളിറ്റിക്സ് ഈ രീതിയിലേക്ക് പോയാൽ ഇപ്പം ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരു 35 to 40 ഇയേഴ്സിന് മുമ്പായിരുന്നെങ്കിൽ നമുക്കറിയാം BJP കൂടുതൽ വോട്ട് പിടിച്ചാൽ അതിന്റെ ക്ഷീണം UDF-നെ പറ്റിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ഓഫ് ലേറ്റ് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അത് അവിടെ BJP കൂടുതൽ വോട്ട് പിടിക്കും തോറും അത് പഴയ CPM-നെയാണ് അഫക്ട് ചെയ്തിരിക്കുന്നത്. CPM-നെ അല്ലെ LDF-നെയാണ് അഫക്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് 1984-ലെ ട്രിവാൻഡ്രം ലോക്സഭാ ഇലക്ഷന്റെ കാലം മുതൽ ഇങ്ങോട്ട് ആ ട്രെൻഡ് വളർന്നുകൊണ്ടിരിക്കും അവിടെ. അങ്ങനെ അന്ന് ഹിന്ദു മുന്നണിയായിട്ടാണ് BJP നിന്നത്. ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇവിടെ ഇരിക്കുന്നവർ പലരും ഓർക്കുന്നുണ്ട്. കേരളവർമ്മ രാജാ മത്സരിച്ചപ്പം അന്ന് BJP-യുടെ പ്രസൻസ് ആക്ച്വലി LDF-നെ അവിടെ എതിരായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അന്ന് എല്ലാവരും ഓർത്ത ഇതൊരു ടെമ്പററി ഫെനോമിൻ ആണ്. പക്ഷെ പിന്നെ ഗ്രാജുവലി വന്നിരിക്കുന്നത് ഇപ്പം ശരിക്കും BJP is cutting into the CPM and leftist votes. അതൊരു റിയാലിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരി തന്നെ, പക്ഷേ അതിന് തന്നെ ഒരു പരിധിയുണ്ട്, ഒരു ബോർഡർ ഉണ്ട്. ഇപ്പൊ കാൽക്കട്ടയിലെ കാര്യം ഇപ്പം സ്മൃതി പറഞ്ഞതുപോലെ ഒക്കെയുണ്ട്. അവിടെ എന്തായിരുന്നു കുറെ നാളായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പാ കണ്ടത്, ഈ സുവേന്ദു അധികാരിനെ ഈ തൃണമൂലിന്റെ ആൾക്കാരിട്ട് ഓടിച്ചിട്ട് തല്ലുന്നത്. ആ രീതിയിൽ ഒരു സ്റ്റേറ്റ് ലീഡർക്ക് നേരെ വരെ കൈവെക്കാൻ പോകുന്ന സ്ഥലം അവിടെയാണ് ജംഗിൾ രാജ് ഉണ്ടായത്. അതിനെതിരെ റൂറൽ ഏരിയാസിൽ അതിഭയങ്കരമായ പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട്, അവിടെ നടന്നിട്ടുണ്ട്. ആ പോളറൈസേഷന്റെയും കൂടെ റിസൾട്ട് ആണ് ഇന്ന് നമ്മൾ കണ്ടത് വെസ്റ്റ് ബംഗാളില്. അല്ലെങ്കിൽ തൃണമൂൽ ഇത്ര മാസീവായിട്ടൊന്നും തോക്കുന്ന ആരും പ്രതീക്ഷയല്ല. ആ ഒരൊറ്റ ഇൻസിഡന്റ്
ടി വിയിലും ഒക്കെ കണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഡിസ്കസ് ചെയ്ത് എന്റെ സുഹൃത്തുക്കളായ പത്രപ്രവർത്തകരൊക്കെ ബംഗാളിലുണ്ട്. അവര് തന്നെ പറഞ്ഞ ആ ഒരൊറ്റ സീനില് എന്തുമാത്രം ഫെൻസിറ്റേഴ്സ് ആയിട്ടുള്ള വോട്ടേഴ്സ് മാറിയിട്ടുണ്ടെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. മിഡിൽ ക്ലാസ്സസ് ആയിട്ടുള്ളവര്. മമതയ്ക്ക് വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു മിഡിൽ ക്ലാസ്സസിന്റെ ഇടയിൽ. അവിടെ പോലും ഒരു വളരെ സിവിയർ എറോഷൻ ആണ് ഉണ്ടായത് അതിനുശേഷം. കഴിഞ്ഞ ഒരു 10 days മുമ്പല്ലായിരുന്നു ആ സംഭവം. തീർച്ചയായിട്ടും. ഞാൻ ഡോക്ടർ മോഹൻ വർഗീസ്, ഇതൊരു പിണറായി വിരുദ്ധ വേർഡിക്റ്റ് ആണോ എന്നുള്ളതാണ്. കാരണം പിണറായി വിജയന്റെ മുഖം മാത്രം ചൂണ്ടിക്കാണിച്ചാണ് ഭരണപക്ഷം ഇവിടെ വോട്ട് നേടിയിരുന്നത്. എല്ലായിടത്തും ഹോർഡിങ്ങുകൾ 100 മീറ്ററിൽ ഓരോ 100 മീറ്ററിലും പിണറായി വിജയന്റെ ഹോർഡിങ്ങുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയം സംഭവിക്കുമ്പോൾ അതിനൊരു ഉത്തരവാദി വേണമല്ലോ. അത് പിണറായി വിജയനാണോ? അങ്ങനെ വേണം കരുതാൻ സ്മൃതി. തീർച്ചയായും പബ്ലിക് റിലേഷൻസ് എഫേർട്ട് പരമാവധി നികുതിദായകന്റെ പണം എടുത്തുകൊണ്ട് നടത്തിയതിനോടുള്ള സ്വാഭാവികമായ പ്രതികരണം സംവിധായകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് കാണാം. അതിന്റെ ഭാഗമായിട്ടാണ് വൻപൻ ഒരു പരാജയമാണ് ഉണ്ടായത്. നോക്കൂ, അടിക്കടി എല്ലാ ജംഗ്ഷനുകളിലും പിണറായി വിജയൻ എന്ന ഏക മുഖം അങ്ങനെ വിളങ്ങി നിൽക്കുകയാണ്. അവിടെ മന്ത്രിമാരുടെ മുഖം പോലുമില്ല എന്നോർക്കണം. അപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൻറ്റയർ മന്ത്രിസഭയ്ക്കെതിരെ ജനം അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു. 13 മന്ത്രിമാരാണ് തോറ്റമ്പിയിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? പരിചിതമായ മുഖങ്ങളെ ഫീൽഡ് ചെയ്യുക വഴി നേട്ടമുണ്ടാക്കാം, ഇൻകംബൻസി അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാം എന്ന പിണറായി വിജയന്റെയും CPM-ന്റെയും ഒരു കണക്കുകൂട്ടലാണ് അവിടെ പിഴച്ചിരിക്കുന്നത്. ഒറ്റമുഖം പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ മുഖം പോലും അവിടെ പ്രസക്തമല്ല, മന്ത്രിമാരുടെ മുഖം പ്രസക്തമല്ല, ഒരേ ഒരു മുഖം, ഒരൊറ്റ മുഖം. അതിനെതിരെ ഉണ്ടായ ഒരു വലിയ പ്രതിഷേധമായി ഇതിനെ പ്രാഥമികമായി കാണാം. അതാണ് ഒന്നാമത്തെ ആംഗിൾ. രണ്ടാമത്തെ ആംഗിൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ പോക്കിനോടുള്ള ഇടതുപക്ഷ അനുഭാവികളുടെ തന്നെ ഒരു വിയോജിപ്പ് സ്മൃതി ഇതിനകത്ത് കാണാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ വിസ്മയങ്ങൾ, സതീശന്റെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ വിസ്മയങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞപ്പോൾ 6 വിസ്മയങ്ങളാണ് സതീശൻ ചെപ്പിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ആദ്യം തുടങ്ങിയത് BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന വിസ്മയമായ സന്ദീപ് വാര്യർ. തൃക്കരിപ്പൂർ എന്ന, അത് നായനാരുടെ മണ്ഡലമായിരുന്നു മുൻകാലത്ത്. EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെ മുൻകാലത്ത് മത്സരിച്ചിരുന്ന അതിന്റെ ഭാഗമായി വന്നൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇതം പ്രഥമമായി ജയിച്ചു വരികയാണ്. അതും അടുത്ത കാലത്ത് കോൺഗ്രസിലേക്ക് എത്തിയ അതൊരു വിസ്മയമാണ്. സന്ദീപ് വാര്യരുടെ വിജയം ഒരു വിസ്മയമാണ്. അതുപോലെ പാർട്ടി ഗ്രാമങ്ങളുള്ള 2 സ്ഥലമാണ് പയ്യന്നൂർ, തളിപ്പറമ്പ്. തളിപ്പറമ്പിൽ എന്താണ്? സ്വജനപക്ഷപാതത്തിന്റെ വലിയ ഉദാഹരണമായിരുന്നല്ലോ. പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ശ്യാമളയെ അവിടെ മത്സരിപ്പിക്കുന്നു. അതിനെതിരെ വലിയ കൊടുങ്കാറ്റ് പോലെയാണ് ഈ ഗോവിന്ദൻ രംഗത്ത് വരുന്നത്. TK ഗോവിന്ദൻ, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പലരും നെറ്റിച്ചൊളിച്ചു. അദ്ദേഹത്തിനൊക്കെ ജയിച്ചു വരാനാവുമോ? തളിപ്പറമ്പ് പോലെയുള്ള മണ്ഡലത്തിൽ 12,000-ൽ പരം വോട്ടിനാണ് ശ്രീ TK ഗോവിന്ദൻ തളിപ്പറമ്പ് ജയിച്ചിരിക്കുന്നത്. അതേപോലെ പയ്യന്നൂർ അതിനേക്കാൾ ശക്തമായി ഇടത് കേന്ദ്രമാണ്. അവിടെ 7,300-ൽ പരം വോട്ടിന് കുഞ്ഞികൃഷ്ണൻ ജയിച്ചു വന്നു. പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഒരു അപജയം, രക്തസാക്ഷി ഫണ്ടിൽ നിന്നും കൈയിട്ട് വാരി എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങൾ വരുമ്പോൾ അത് ഡിഫെൻഡ് ചെയ്യാൻ CPI മാർക്സിസ്റ്റിന് കഴിഞ്ഞില്ല. അണികളുടെ ഉൾപ്പെടെ രോക്ഷം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു കണക്കിൽ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും പയ്യന്നൂർ വോട്ട് ചോർന്നു എന്ന് കാണാം. അതുകൊണ്ട് ഇത് UDF-ന്റെ വിജയം എന്ന് മാത്രം പറയുന്നതിനേക്കാൾ കൂടുതൽ LDF-നെ സ്നേഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഒരു തോൽവി നല്ലതാണ്. സ്വയം തിരുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM-ന് മുന്നോട്ട് പോകാൻ. ഇത് LDF-ന് പരാജയം എന്നതിനേക്കാൾ കൂടുതൽ CPM-ന്റെ പരാജയമാണ്, പിണറായി വിജയന്റെ പരാജയമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ആലപ്പുഴയിൽ ഒരു കാരണവുമില്ലായിരുന്നു G. സുധാകരനെ ഒരു വഴിയാക്കിയതിൽ CPM-ന്റെ പങ്ക്, ജില്ലാ നേതാക്കളുടെ സജി ചെറിയാന്റെയും സലാമിന്റെയും ഒക്കെ പങ്ക് വിസ്മരിക്കാനാവില്ല. അവിടെ G. സുധാകരൻ ഇടഞ്ഞു നിന്നപ്പോൾ ചുവന്ന ജില്ലയായ ആലപ്പുഴ ജില്ല UDF പക്ഷത്തേക്ക് ചാഞ്ഞില്ലേ? ഡോക്ടർ മോഹൻ വർഗീസ്, യഥാർത്ഥത്തിൽ G. സുധാകരനെ ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട പാർട്ടി പരിപാടികളിൽ ഒന്ന് ക്ഷണിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. ആ ഒരു ക്ഷണം കൊണ്ട് അദ്ദേഹം തൃപ്തനായനെ. അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നതിൽ ആദ്യത്തെ കാര്യം അതായിരുന്നു. പിന്നീടാണല്ലോ അത് വലുതായി വ്രണമായത്. ഒരു കാരണവരുടെ സ്ഥാനത്ത് നിർത്തി സ്മൃതി വേണ്ട ബഹുമാനം കൊടുത്തുകൊണ്ട് പാർട്ടി പരിപാടികളൊന്ന് വിളിക്കുക, നല്ല വാക്ക് പറയുക, താങ്കൾ വേണം ഈ കാര്യങ്ങളൊന്ന് ഉദ്ഘാടനം ചെയ്ത് സഹായിക്കാൻ എന്നൊക്കെ പറയുക, അത് മതിയായിരുന്നു. പക്ഷേ കാര്യം കഴിഞ്ഞാൽ കറിയേപ്പില കറിക്ക് പുറത്ത് എന്ന് പറയുന്ന രീതിയിൽ 75 വയസ്സങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ.
പാർട്ടിക്ക് അതായത് ആലപ്പുഴ ജില്ലയിലെ പാർട്ടിക്ക് ജി സുധാകരൻ അനഭിമതനാകണമെങ്കിൽ എന്താണ് കാരണം? അദ്ദേഹം ഒരു കവിയാണ്, സാഹിത്യകാരാണ്, രണ്ട് വർത്തമാനമൊക്കെ പറയും, ക്ഷിപ്രകോപിയുമാണ്. അതൊക്കെ വസ്തുതയാണ്. എക്കാലത്തും ആലപ്പുഴ ജില്ലയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഒക്കെ തന്നെ ക്ഷിപ്രകോപി തന്നെയായിരുന്നു ജി സുധാകരൻ. പക്ഷെ ജി സുധാകരനെയൊക്കെ കൈകാര്യം ചെയ്ത ഒരു രീതി എന്തിന്? ഐഷ പോറ്റി 3 ടൈം MLA ആയിരുന്ന, കൊട്ടാരക്കര MLA ആയിരുന്ന ഐഷ പോറ്റി വിജയിച്ചു വരാൻ സാധിച്ചില്ല എങ്കിൽ പോലും കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ, കൈപ്പത്തി ചിഹ്നത്തിൽ ഐഷ പോറ്റി മത്സരിക്കുന്ന ഒരു ഘട്ടം വന്നു. ഇവിടെ വിയർത്തല്ലേ ധനകാര്യമന്ത്രിയായിരുന്ന ബാലഗോപാൽ അവിടെ കൊട്ടാരക്കരയിൽ തുച്ഛമായ വോട്ടിന് 1200 വോട്ടിന് വിജയിച്ചു വന്നത്. അങ്ങനെ വിസ്മയങ്ങൾ തീർക്കുമെന്ന സതീശന്റെ ഒരു പ്രസ്താവന അത് ആറം പറ്റിയിരിക്കുന്നു. അതുപോലെ സംഭവിച്ചിരിക്കുന്നു. സതീശന്റെ എല്ലാ പ്രസ്താവനകളെയും കഴിഞ്ഞ 5 വർഷത്തെ പ്രതിപക്ഷ നേതാവിന്റെ കാലത്തെ മുഴുവൻ പ്രസ്താവനകളും ചേർത്ത് വായിച്ചാൽ VD സതീശൻ സൂചിപ്പിച്ച കാര്യങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ നടന്നു. ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചില്ല എങ്കിൽ പരാജയത്തിന്റെ പാപഭാരം തന്നിൽ ഏൽപ്പിച്ചുകൊള്ളൂ, താൻ അതിന്റെ ഉത്തരവാദിത്തം എടുക്കുന്നു. അത്ര ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്ന വേറെ ഏത് കോൺഗ്രസുകാരനുണ്ട്? അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ട രീതിയിൽ UDF മുന്നോട്ട് പോകാനൊത്തില്ലെങ്കിൽ ഞാൻ വനവാസം സ്വീകരിക്കും, രാഷ്ട്രീയ വനവാസത്തിലേക്ക് ഞാൻ പോകാൻ തയ്യാറാണ്. അത്രയ്ക്ക് ധൈര്യപൂർവ്വം ഒരു കോൺഗ്രസ് നേതാവ് അടുത്ത കാലത്തെങ്കിലും സംസാരിച്ച് കണ്ടിട്ടില്ല. ഒരു പാർട്ടിയുടെ നേതാക്കൾ സംസാരിക്കാത്ത രീതിയിലുള്ള ധൈര്യം VD സതീശൻ കാട്ടിയപ്പോൾ, അത് മാത്രമല്ല സാമുദായിക നേതാക്കൾ, പ്രത്യേകിച്ച് SNDPയുടെയും NSSന്റെയും സാമുദായിക നേതാക്കൾ VD സതീശനെതിരെ ചന്ദ്രഹാസം ഇളക്കിയപ്പോൾ VD സതീശൻ സമചിത്തതയോടെയാണ് പ്രതികരിച്ചത്. തിണ്ണനിറങ്ങാൻ താൻ പോവില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ സതീശന് അനുകൂലമായി ന്യൂനപക്ഷ മനസ്സുകളെ തന്നെ കേന്ദ്രീകരിച്ചത്. മലബാറിലുണ്ടായ ഒന്നാന്തരം വിജയം, UDFനുണ്ടായ കോഴിക്കോട് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും ഒക്കെ വിജയത്തിന്റെ പിന്നിൽ മുസ്ലിം ലീഗിന് മാത്രമല്ല, അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനോടുള്ള നിലപാടിൽ ഒട്ടും തന്നെ മയം വരുത്തിയിട്ടില്ല VD സതീശൻ. പക്ഷെ സഭ്യമായ വാക്കുകളിൽ സംസാരിച്ചു, അതിശക്തമായി സംസാരിച്ചു. അകത്ത് നിന്ന ജനവിഭാഗങ്ങളെ, മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, മറ്റ് വിഭാഗങ്ങളെ ഏകീകരിച്ച് ഒരുമിച്ച് കൂട്ടാൻ ആ സംവിധാനം ഒരുക്കാൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ VD സതീശൻ ഈ മുഖ്യമന്ത്രി പോരാട്ടത്തിലും ബഹുഘാതം മുന്നിലാണ് ഇപ്പോൾ മറ്റ് സ്ഥാനം ആഗ്രഹിക്കുന്ന ആളുകളേക്കാൾ എന്ന നിഗമനം കൂടി ഇപ്പോഴുണ്ട്. ഒരു തരംഗമുണ്ടാകുമ്പോൾ ആ തരംഗത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ചത് പ്രചരണ കമ്മിറ്റി ചെയർമാനായ ചെന്നിത്തല മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മുഖമാണ് ഏറെ കണ്ടത്. ചില അഭിപ്രായ വോട്ടെടുപ്പുകളിലും എക്സിറ്റ് പോളിലൊക്കെ കണ്ട മുഖം VD സതീശന്റേതാണ്, രമേശ് ചെന്നിത്തലയുടെ അല്ല എന്ന് ഓർക്കണം, വേണുഗോപാലിന്റെ അല്ല. ഹൈക്കമാൻഡ് ഇതൊക്കെ പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് അല്ല തീരുമാനിക്കേണ്ടത്, UDFന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. അതങ്ങനെ തന്നെയാകൂ, ഹൈക്കമാൻഡ് തന്നെയാണ്. പക്ഷേ ഹൈക്കമാൻഡ് തീർച്ചയായും മുസ്ലിം ലീഗിന്റെ അഭിപ്രായം കൂടി തേടും എന്ന് നിസ്സംശയം പറയാം. മുസ്ലിം ലീഗ് മാത്രമല്ല, എല്ലാ ഘടകകക്ഷികളുടെയും അഭിപ്രായം തേടുമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 100-ലധികം എന്നുള്ള കണക്ക്. അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നൽകിയ ഉറപ്പ് അത് നടപ്പാക്കിയിരിക്കുന്നു, അതിനായുള്ള തന്റെ പരിശ്രമം ഫലം കണ്ടിരിക്കുന്നു എന്നത് കൂടിയാണ് പ്രതിപക്ഷ നേതാവിന് ഇക്കാര്യത്തിൽ പറയാനാവുക എന്നുള്ളതാണ്. ശ്രീ NV ബാലകൃഷ്ണനിലേക്ക്. ശ്രീ NV ബാലകൃഷ്ണൻ, ഇപ്പോൾ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും വിജയം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നേരത്തെ KC വേണുഗോപാൽ പ്രതികരിക്കുന്ന കണ്ടല്ലോ. പയ്യന്നൂരിൽ ഒരു സന്ദേശം എന്ന നിലയ്ക്കാണ് കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാകുന്നത്. കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ അത് വിജയിക്കുമെന്ന് കരുതിയിരുന്നതല്ല, പക്ഷേ അവിടെ ഒരു വലിയ വിജയത്തിലേക്ക് കുഞ്ഞികൃഷ്ണൻ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് പാർട്ടി വോട്ടുകൾ നേടിയിട്ടാണല്ലോ. പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്തിരുന്ന യഥാർത്ഥ സഖാക്കൾ തിരിച്ചുകുത്തി എന്നതാണോ ഇപ്പോൾ നമ്മൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലും കണ്ടിരിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് സ്മൃതി. നമ്മളതിൻ്റെ വിശദാംശങ്ങളൊക്കെ മറ്റു പലരും പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ UDF മത്സരിച്ച് ജയിച്ചൊരു തെരഞ്ഞെടുപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റില്ല. കാരണം UDF വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. UDF ആണ് നേതൃത്വം വഹിക്കുന്നത്, VD സതീശനാണ് അതിൻ്റെ ഏറ്റവും പ്രമുഖമായ നേതൃസ്ഥാനത്തുണ്ടായിരുന്നത്, ഒക്കെ ശരിയാണ്. പക്ഷേ ആ UDFനോടൊപ്പം കേരളത്തിൻ്റെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന, കേരളം നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഇത്രയും കാലം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇറങ്ങിത്തിരിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഇപ്പം നേരത്തെ പാർട്ടിയുടെ വഴിപടച്ച പോക്കിൽ മനംനൊന്ത് പാർട്ടി വിട്ടു പോന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളെപ്പോലെയൊക്കെയുള്ള ഒരുപാട് പേർ അതിനകത്തുണ്ട്. അവർ പരസ്യമായി തന്നെ നിലപാട് സ്വീകരിച്ചപ്പോൾ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് പാർട്ടിക്കകത്ത് നിന്ന് സജീവ പ്രവർത്തകരായി നിൽക്കുന്ന 100 കണക്കിന് ആളുകൾ, നമുക്ക് കൃത്യമായിട്ട് അറിയാം. തെരഞ്ഞെടുപ്പ് കാലത്ത് അവരൊക്കെ ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തിട്ട്
അവരൊക്കെ നടത്തി അതുകൊണ്ടാണ് വളരെ കൃത്യമായി നേരത്തെ തന്നെ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് നമുക്കൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞത്. ആ നിലയിലുള്ളൊരു മാറ്റം കേരളത്തിൽ ഉണ്ടായി എന്നത് വളരെ നിസ്സാരപ്പെട്ട പ്രശ്നമല്ല. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ കേരളത്തിന്റെ നിർമ്മിതിയിൽ ഞങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ചരിത്രത്തെ നിഷേധിക്കുക എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ ഒരു സ്വഭാവമാണ്. ചരിത്രത്തെ നിഷേധിക്കുക എന്ന് പറയുന്നത് ആ സംഘപരിവാറിന്റെ അതേ സ്വഭാവത്തിലാണ് കേരളത്തിലെ പുതിയ കാലത്ത് ഇന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെരുമാറുന്നത്. നേരത്തെ നമ്മൾ സാധാരണ പറയാറുണ്ട്, പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതാണ് ഈ കേരളം എന്ന് പറയുന്നത് പോലെ ഏതാണ്ട് അതിന് സമാനമായി പിണറായി വിജയൻ സൃഷ്ടിച്ചതാണ് ഈ കേരളം എന്നൊരു നരേഷൻ അവരങ്ങ് കൊണ്ടുവരികയാണ്. എല്ലാ മേഖലയിലും അത് കൊണ്ടുവരികയാണ്. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ. അതുവരെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിങ്ങൾ ഒരൊറ്റ ഉദാഹരണം ആലോചിച്ച് നോക്കൂ. VS അച്യുതാനന്ദൻ മരിക്കുന്നത് കുറച്ച് സമയം മുമ്പാണ്. ഒരു 4-5 വർഷക്കാലം അദ്ദേഹം അസുഖമായി ഒന്നും കാര്യമായിട്ടില്ലാതെ തന്നെ പൊതുസമൂഹമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാതെ കടന്നു. പക്ഷേ അത്രയും കാലം കിടന്നിട്ടും ഈ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മനുഷ്യനെ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാരും വിസ്മരിച്ചില്ല എന്ന് തെളിയിച്ച വലിയ ഒരു കാര്യമായിരുന്നല്ലോ നമ്മൾ കണ്ടത് VS അച്യുതന്റെ മരണത്തെ തുടർന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും പ്രാമാണികനായ ഈ പാർട്ടി രൂപീകരിക്കുന്നതിൽ പങ്കുവഹിച്ച ഒരു നേതാവ് VS അച്യുതാനന്ദൻ മരിച്ചിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. പക്ഷേ ആ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഓർത്തത് നിങ്ങൾ കണ്ടോ? ആരെങ്കിലും ഓർത്തുകൊണ്ട് ഇനി പോട്ടെ, VMS മുതൽക്ക് കേരളത്തിലെ കൃഷ്ണപിള്ള മുതൽക്ക് ഒരുപാട് സഖാക്കൾ ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തിയിട്ട് കെട്ടിപ്പടുത്ത ഒരു പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ കേരളത്തിൽ സംഭവിച്ചതാണ്, കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പരശുരാമൻ നിർമ്മിച്ചതാണ് ഈ പാർട്ടി. അയാളാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നിങ്ങൾക്കറിയാമോ, നാട്ടുപുറത്ത് സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകന്മാർ അമ്പരന്ന് പോയിട്ടുണ്ട്. കാരണം ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബൂത്തിന് ഇത്ര പോസ്റ്റർ എന്ന് അച്ചടിച്ച് തന്നു കഴിഞ്ഞാൽ ആ പോസ്റ്ററിന്റെ വില കണക്കാക്കി ആ കാശ് മേലെ കമ്മിറ്റിക്ക് അടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ബോർഡുകളൊക്കെ തയ്യാറാക്കി വെക്കുന്നത് താഴെ തലത്തിലുള്ള സഹാക്കൾ തന്നെയാണ്. പക്ഷേ ഇത്തവണ എന്താ സ്ഥിതി എന്നറിയാം, നിങ്ങൾ രാവിലെ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ തെരുവിൽ വളരെ വലിയ ഓർഡിങ് ഇങ്ങനെ പിണറായി വിജയന്റെ ചിരിക്കുന്ന മുഖമായിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ 100 മീറ്ററിൽ സ്ഥാപിക്കുകയാണ്. 100 മീറ്റർ നാട്ടുപുറത്തെ സാധാരണ പാർട്ടി പ്രവർത്തകൻ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഇത് ആര് സ്ഥാപിച്ചതാണ്? ഞാനല്ലേ ഇവിടുത്തെ പാർട്ടിയുടെ ആൾ, അല്ലെങ്കിൽ ഞങ്ങളല്ലേ ഇവിടുത്തെ സഖാക്കൾ. പക്ഷെ ഞങ്ങൾ ആരും അറിയാതെ ആരാണ് ഇത് സ്ഥാപിച്ചു പോകുന്നത്? അതുപോലെയാണ് ഈ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അതായത് ഒരു കോർപ്പറേറ്റ് രീതിയിലേക്ക് പാർട്ടി മാറിപ്പോവുകയും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ നേതൃത്വത്തിലുള്ള ഒന്നാണ് പാർട്ടി എന്ന നിലയിലേക്ക് വരികയും ചെയ്തപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം പോലെ ഒരു പ്രസ്ഥാനം കേരളത്തിൽ നശിച്ചു പോയാൽ അത് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ഒന്നിച്ചു ചേർന്നിട്ട് എടുത്തിട്ടുള്ള ഒരു നിലപാട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ കുഞ്ഞികൃഷ്ണന്റെ പ്രശ്നം, കുഞ്ഞികൃഷ്ണൻ CPM-നകത്ത് കഴിഞ്ഞ 3-4 വർഷക്കാലമായി ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ട് തട്ടിപ്പൊക്കെയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പാർട്ടി കമ്മിറ്റിക്കകത്ത് ഒരു പാർട്ടി സഖാവിനുള്ള എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ച് നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞികൃഷ്ണനെ ആരും പരിഗണിക്കുന്നേ ഇല്ല. കുഞ്ഞികൃഷ്ണനെ ഒരു മറുപടിയും പറയുന്നില്ല. ഏറ്റവും അവസാനം ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിലാണ് കുഞ്ഞികൃഷ്ണൻ ഈ കണക്കുമായി പുറത്തേക്ക് ഇറങ്ങുന്നത്. നിങ്ങൾ നോക്കൂ, ആ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഇത്രയും പ്രായമായ ഒരു മനുഷ്യനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വളരെ താരതമ്യേന ചെറുപ്പക്കാരനായ ഒരു നേതാവ് M സ്വരാജ് കള്ളൻ എന്ന് പരസ്യമായി വിളിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, രക്തസാക്ഷി ഫണ്ട് കട്ടിട്ടുള്ള മധുസൂദനൻ നല്ല മനുഷ്യനും ഈ അതിനെ ചോദ്യം ചെയ്തിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ കള്ളനുമാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞാൽ ആളുകളൊക്കെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പണ്ടത്തെ പോലല്ലോ, ആ ഒരു ശേഷി ആളുകൾക്കുണ്ട്. അതുകൊണ്ട് ആളുകൾ ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് എന്താണ്, ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടി ശുദ്ധീകരിക്കുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. ശരിയാണ്, അടുത്ത ദിവസങ്ങളിലും തുടർ ചർച്ചകൾ നമുക്ക് വേണ്ടതുണ്ട്. ആ ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയാണോ നടന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ രാജിവെച്ചിരിക്കുന്നു. രാജിക്കത്ത് ഗവർണർക്ക് കൈമാറിയിരിക്കുകയാണ്. പിണറായി വിജയന്റെ രാജി ഗവർണർ അംഗീകരിച്ചിരിക്കുന്നു. പുതിയ സർക്കാർ ചുമതല ഏറ്റെടുക്കും വരെ തുടരാനുള്ള നിർദ്ദേശവും നൽകിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത. ഞാൻ അഡ്വക്കേറ്റ് D. സുരേഷ് കുമാറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, ഇപ്പോൾ പ്രതികരിച്ച എല്ലാ നേതാക്കളും, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളടക്കം പറയുന്ന കാര്യം, ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലും പ്രതീക്ഷിച്ച വിജയമല്ല, അതൊരു സന്ദേശം എന്ന നിലയ്ക്ക് സ്ഥാനാർത്ഥികളായി നിർത്തുകയാണ്. കുഞ്ഞികൃഷ്ണൻ യഥാർത്ഥത്തിൽ മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയില്ലായിരുന്നുവെങ്കിൽ താൻ മത്സരിക്കുക കൂടി ഇല്ലായിരുന്നു എന്നുള്ള നിലപാടെടുത്തിരുന്ന ആളാണ്. അദ്ദേഹം പാർട്ടി
നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്തയാളാണ്. അവിടെ ട്രഷററായി പാർട്ടി നിർദ്ദേശിച്ച കണക്കുകൾ പരിശോധിച്ച് പാർട്ടിക്ക് ആ കണക്കുകൾ കൊടുത്ത ശേഷം ആ കണക്കുകളിൽ പാർട്ടി ചോദ്യങ്ങൾ ചോദിക്കാതിരുന്ന ഘട്ടത്തിലാണ് അത് പുറത്തേക്ക് പറയാൻ തയ്യാറായത്. അപ്പോൾ നേതൃത്വത്തെ അണികൾ തിരുത്തും എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ തലക്കെട്ട് അത് അന്വർത്ഥമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ലേ അവിടെ ഉണ്ടായിരിക്കുന്നത്. UDF പോലും പ്രതീക്ഷിക്കാത്ത വിജയം, അത് പാർട്ടി അണികൾ നൽകിയ വിജയമാണ്. അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് പാർട്ടി എത്തുന്നുണ്ടോ ഡി സുരേഷ് കുമാർ? നോക്കൂ സ്മൃതി, കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും UDF പ്രതീക്ഷിക്കാത്തൊരു വിജയം UDFന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിനെ സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. ഈ ഞങ്ങൾക്കുണ്ടായ പരാജയവും UDFനുണ്ടായ തിളക്കമാർന്ന വിജയത്തെ സംബന്ധിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അറിയാവുന്ന ഏതൊരാൾക്കും അറിയാം. കൃത്യമായിട്ടുള്ള പരിശോധന സ്വയം വിമർശനപരമായി ഞങ്ങൾ നടത്തുകയും അതിന് തക്ക വിധത്തിലുള്ള മറ്റ് നടപടിക്രമങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രത്യക്ഷമായും പരോക്ഷമായും കിട്ടാവുന്നിടത്തെല്ലാം ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആയുധങ്ങളും ഒരുക്കിയതിനു ശേഷം, മൂർച്ച കൂട്ടി ആക്രമിച്ചതിനു ശേഷം ഇപ്പോ ഇത്തരത്തിലുള്ള ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വഴി പിഴച്ച പോക്കിൽ ഞങ്ങൾ പരിതപിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ ഇപ്പൊ തന്നെ ശരിയാക്കി കളയാം എന്ന രൂപത്തിലുള്ള സാരോപദേശം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ ശത്രുക്കളോടൊപ്പം കൂടി നിന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഏതെല്ലാം രൂപത്തിൽ ആക്രമിക്കാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം ആക്രമിച്ചതിന് ശേഷം മറ്റൊരു മാരീചിക വേഷമണിഞ്ഞ് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ വരേണ്ടതില്ല. നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ആവശ്യമില്ല എന്ന് തീർത്തു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആരാണി നിങ്ങൾ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, ആരാണി നിങ്ങൾ എന്നൊരു ചോദ്യമുണ്ടല്ലോ. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന നോക്കൂ, ഒന്ന് കേൾക്കൂ സുരേഷ് കുമാർ, ഒന്ന് കേൾക്കൂ, ഒന്ന് കേൾക്കൂ. നോക്കൂ, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പരാജയ ദിവസം ഒരു അതാണ് ഞാൻ ചോദിച്ചോട്ടെ ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് പരാജയ ദിവസം സമചിത്തതയോടെ ഒരു മറുപടി ഞാൻ CPM പ്രതിനിധികളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ അങ്ങനെ ഒരു പ്രതികരണം MP ഗോവിന്ദനിൽ നിന്ന് കേട്ടു, സമചിത്തതയോടുള്ള പ്രതികരണം TP രാമകൃഷ്ണനിൽ നിന്ന് കേട്ടു. പക്ഷേ സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അർഹിക്കാത്ത പരാജയം എന്ന പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ജനത്തിന് എന്തോ പിഴവ് പറ്റി എന്ന മട്ടിലാണ് അങ്ങയുടെ ഇപ്പോഴത്തെ പ്രതികരണം. അതാണ് വിമർശനങ്ങളെ ഇത്ര അസഹിഷ്ണുതയോടെ കേൾക്കാതിരിക്കൂ. ഇത് എല്ലാ കാലത്തും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്, പേർത്തും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ആ പിഴവുകൾ ആവർത്തിച്ചപ്പോഴാണ് നിങ്ങൾ ഈ 35 എന്ന സംഖ്യയിലേക്ക് എത്തിയത് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ. അപ്പോൾ നിങ്ങൾ എവിടെയാണ് തിരുത്തുക? എന്താണ് തിരുത്തുക? രഹസ്യമായ ഒരു തിരുത്തലുണ്ടോ? തിരുത്തൽ പരസ്യമാകണ്ടേ? അത് ജനത്തിന് അറിയണ്ടേ? നിങ്ങളുടെ അണികൾക്ക് അറിയണ്ടേ നിങ്ങൾ എവിടെയാണ് തിരുത്തുന്നതെന്ന്? നോക്കൂ സ്മൃതി, അസഹിഷ്ണുതയെക്കുറിച്ച് സ്മൃതി എനിക്ക് ക്ലാസ് എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ആ ക്ലാസ് ഞാൻ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കാൻ സന്നദ്ധനുമാണ്. ഞങ്ങൾ 35 സീറ്റിലോ അല്ലെങ്കിൽ 25-ലോ 15-ലോ എത്തിച്ചേരുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആത്യന്തികമായിട്ടുള്ള കാര്യമെന്ന് കരുതുന്ന ആളുകളല്ല ഞങ്ങൾ. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 2 തവണ ഞങ്ങൾ 91 99 സീറ്റും നേടി ഈ മണ്ണിൽ ഉണ്ടാവുകയും ഭരിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും അമിത ആഹ്ലാദം ഇവിടെ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ അമിത നിരാശ ഞങ്ങളെ ബാധിച്ചിട്ടുമില്ല. ഇനി സഹിഷ്ണുതയെ സംബന്ധിച്ചാണെങ്കിൽ, എന്റെ സമചിത്തതയെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സമചിത്തത കൈവിട്ട പെരുമാറ്റ രീതി ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് വിമർശിക്കുമ്പോൾ തിരിച്ചും അതേ രൂപത്തിൽ വിമർശിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായ ബഹുമാനപ്പെട്ട സഹ പാനലിസ്റ്റ് പറഞ്ഞു. അവിടെ എന്താ സംഭവിച്ചത്? ഏകദേശം മാസങ്ങൾക്ക് മുൻപ് തന്നെ അപ്പുറത്ത് പോയി മത്സരിക്കാൻ തക്കം പാർത്തിരുന്ന ആളുകൾ, അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ ഇവർക്കെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്ഥാനത്തോടുള്ള വെറുപ്പ് തോന്നിയത് എപ്പോഴാണ്? അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിന്ന് പുതിയ ആളുകൾക്ക് അവസരം നൽകണം എന്ന് പറഞ്ഞപ്പോഴല്ലേ? അതല്ലേ അതിന്റെ വസ്തുത. അതിനെന്തിനാണ് ഇത്രമാത്രം ഡെക്കറേഷൻ നൽകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ തോറ്റു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ, ഞങ്ങൾ പരാജയപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ അപമാനിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളെ മോശപ്പെടുത്താൻ ഇത്തരം ആളുകളെ നിങ്ങൾ ഉപയോഗിച്ചാൽ അതെല്ലാം മനസ്സിലാക്കുന്ന ജനമാണ് ഇവിടെയുള്ളത്. സാങ്കേതികമായി ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പം മാത്രമല്ല, 5ാം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 111 സീറ്റ് നേടി ഇന്ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അതിനെയും അതിജീവിച്ച് ഈ മണ്ണിൽ പ്രവർത്തനം നടത്തി തന്നെയാണ് തുടർന്ന് ഞങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ രൂപത്തിൽ കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി സംസ്ഥാനം ഭരിച്ചത്. പിന്നീട് പറഞ്ഞത് പിണറായിയുടെ മുഖം കാണിച്ചത് കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, പിണറായിയുടെ മുഖമല്ലാതെ ഈ പറയുന്ന ആളുകളുടെ മുഖം കാണിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ പാനലിനെ ലീഡ് ചെയ്യുന്ന നേതാവ്, ഞങ്ങളുടെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇപ്പൊ തന്നെ
സ്മൃതി ബഹുമാനപ്പെട്ട സ്മൃതി സൂചിപ്പിച്ചല്ലോ. അദ്ദേഹം രാജിക്കത്ത് കൊടുത്തു. അദ്ദേഹത്തെ തുടർന്ന് കെയർടേക്കർ എന്നുള്ള നിലയിൽ ഭരിക്കാൻ വേണ്ടി ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ രൂപത്തിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമുള്ള ഞങ്ങളുടെ നേതാവ് അദ്ദേഹത്തിന്റെ ഫോട്ടോ അല്ലാതെ ഈ പറയുന്ന ആളുകളുടെ ഫോട്ടോ വെച്ച് പ്രചാരണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തീരുമാനിച്ചത് സഖാവ് പിണറായിയുടെ ഫോട്ടോ വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന് തന്നെയാണ്. അതിലെന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പിണറായിക്കുണ്ടായിട്ടുള്ള നഷ്ടമല്ല, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഉണ്ടായിട്ടുള്ള നഷ്ടമാണ്. ആ നഷ്ടം ഞങ്ങൾക്ക് തിരുത്താൻ അറിയാം. അതിനാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ വഴിപിഴച്ച പോക്കെന്ന് പറഞ്ഞ് അപ്പുറത്ത് പോയി നിന്ന് ഞങ്ങളെ എല്ലാം ഉപയോഗിച്ച് കല്ലും മുള്ളും നഖവും പല്ലും എല്ലാം ഉപയോഗിച്ച് ആക്രമിച്ചതിന് ശേഷം ഞങ്ങളെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആളുകളുടെ സാരോപദേശം ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. പയ്യന്നൂരിലെ പരാജയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒന്ന് അതും കൂടി ഒന്ന് വിശദീകരിക്കാമോ? പയ്യന്നൂരിൽ നിങ്ങൾ എങ്ങനെയാണ് പരാജയപ്പെട്ടത്? പയ്യന്നൂരിലും തളിപ്പറമ്പിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ള എല്ലാ പരാജയങ്ങളെയും ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ സംഘടനാ ഘടകങ്ങൾ, അവിടുത്തെ മണ്ഡലം കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, പാർട്ടി സംസ്ഥാന കമ്മിറ്റി, അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി ഒക്കെ വിലയിരുത്തി ആ പരാജയത്തിൽ ഉണ്ടായിട്ടുള്ള പാഠങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളും. അത് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന തന്നെ പുറത്തു വന്നതാണല്ലോ. ഞങ്ങൾ ഉൾക്കൊണ്ടതിന് ശേഷം ശരിയായിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാകും. അല്ലാതെ ഞങ്ങൾ വനവാസത്തിന് പോകില്ല. ഞങ്ങൾ മൊട്ടയടിച്ച് കമ്മലിട്ട് ഇന്ന ജംഗ്ഷൻ മുതൽ ഇന്ന ജംഗ്ഷൻ വരെ നടക്കാമെന്ന് പറയില്ല. ഞങ്ങളെ പരാജയപ്പെടുത്തിയ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ബഹുമാനപ്പെട്ട സ്മൃതിക്കും ഞങ്ങളുടെ സഹ പാനലിസ്റ്റുകൾക്കും ഈ സന്ദർഭത്തിൽ നൽകാനുള്ളത്, കേരളത്തിലെ ജനങ്ങൾക്കും നൽകാനുള്ള ഞങ്ങളുടെ ഉറച്ച അഭിപ്രായം. ശ്രീ രാജു പി നായർ, CPM ഒരു തിരുത്തലിന്റെ സൂചനകൾ നൽകുന്നതായി ഈ ചർച്ചയിൽ അങ്ങേക്ക് ബോധ്യപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം. ഇനി നിങ്ങൾ എങ്ങനെ ഭരിക്കുമെന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഒരു കലഹക്കൂട്ടമായിട്ടാണ് ഭരണപക്ഷം വിശേഷിപ്പിച്ചിരുന്നത്. UDF എന്ന നിലയ്ക്കല്ല, കോൺഗ്രസിലൊരു കലഹമാണല്ലോ. സ്ഥാനമാനങ്ങൾ തമ്മിലുള്ള കലഹം, മത്സരിക്കാനുള്ള കലഹം, ഇനി അടുത്തത് മുഖ്യമന്ത്രി കലഹം എന്ന രൂപത്തിൽ ഇനി കലഹത്തിലേക്കാണോ നീങ്ങുക എന്ന ചോദ്യമുണ്ട്. നിങ്ങളെ 102 സീറ്റിൽ വിജയിപ്പിച്ച് തെരഞ്ഞെടുത്തത് ഒരു കലഹം കാണാനല്ല എന്നൊരു ബോധ്യം നിങ്ങൾക്കും വേണ്ടതുണ്ട്. അതുണ്ടോ? അല്ല, ഇവിടെ തിരുത്തലിനെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു സൂചനയും ഇല്ലെന്നാണ് ശ്രീ സുരേഷ് കുമാറിന്റെ വാക്കുകളിൽ നിന്ന് ശ്രമിക്കുന്നത്. കൊയിലാണ്ടിയിലെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ശ്രീ NV ബാലകൃഷ്ണൻ ഈ പാർട്ടിയോട് കലഹിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു. അങ്ങനെയാണ് പുറത്തുപോയത്. ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ കുറിച്ചും അല്ലെങ്കിൽ ഇവരൊക്കെ ഈ എന്തോ വിമർശനം ഉന്നയിച്ചാൽ അവരൊക്കെ വർഗ ശത്രുക്കളാണെന്നുള്ള ലൈനാണല്ലോ ഇപ്പോൾ എടുക്കുന്നത്. ഈ കുഞ്ഞികൃഷ്ണനും അതല്ലെങ്കിൽ ശ്രീ TK ഗോവിന്ദനും ശ്രീ GU സുധാകരനും ഒക്കെയാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നല്ലേ ജനങ്ങൾ എന്ന് പറഞ്ഞത്. ഇവർക്ക് ഇടതുപക്ഷം എന്താണെന്ന് മറന്നുപോയതിന്റെ പ്രശ്നമാണ് ഇവർക്കുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം VSന്റെ ഫോട്ടോ വെച്ച് പോസ്റ്റർ അടിച്ചതിന്റെ പേരിൽ അച്ചടക്ക നടപടി എടുത്തിട്ടുള്ള പാർട്ടി അദ്ദേഹത്തിന് ഓർമ്മയില്ല. മറിച്ച് നരേന്ദ്രമോദിയുടെ ഒരേ ലൈനിലുള്ള എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ മുഴുവൻ ഒരു ജംഗ്ഷനിൽ പോലും 10 ഫ്ലെക്സ് ബോർഡ് വെച്ചതിന് എന്താണ് കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. സർവാധിപത്യത്തിലേക്ക് CPM എങ്ങനെ മാറി എന്നുള്ളതിനെ സംബന്ധിച്ച് സുരേഷ് കുമാറിന് ഇപ്പോഴും യാതൊരു ധാരണയില്ല. ആ സർവാധിപത്യത്തെ എതിർത്തവരാണ് ശ്രീ NV ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ. അദ്ദേഹത്തിന് ഒന്നും യാതൊരു പരിചയവും ഇല്ലാത്തതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സർവാധിപത്യത്തിന് കീഴ്പ്പെട്ടതിന്റെ പ്രശ്നമായിരിക്കും. സ്മൃതി ചോദിച്ച ചോദ്യത്തോട് ചേർത്ത് വെച്ച് ഞാൻ പറയാം, ഒരു കാരണവശാലും നിങ്ങൾക്ക് പലപ്പോഴും കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയുമായിരിക്കും, അതുള്ള തർക്കങ്ങൾ കാണാൻ കഴിയുമായിരിക്കും. ഒരിക്കലും ഒരാളുടെ മാത്രം ഇംഗിതത്തിൽ ഒരു സർവാധിപത്യത്തിലേക്ക് കോൺഗ്രസ് മാറില്ല എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. ഒരുപക്ഷെ ഞങ്ങൾക്കൊക്കെ ന്യായീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാവും, ചിലപ്പോൾ തർക്കങ്ങളുണ്ടാവും. ആ തർക്കങ്ങളെല്ലാം സർവാധിപത്യത്തിലേക്ക് ഈ പാർട്ടി പോകാതിരിക്കാൻ ഏറ്റവും ഗുണകരമായിരിക്കുന്നു. സർവാധിപത്യത്തിലേക്ക് ഒരു പാർട്ടി പോയാൽ, അത് ഇടതുപക്ഷമായിരുന്ന ഒരു പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ഒരു പ്രസ്ഥാനം സർവാധിപത്യത്തിലേക്ക് പോയാൽ എന്തു സംഭവിക്കുമെന്നുള്ളതാണ് ഏറ്റവും മൈന്യൂട്ട് തലത്തിൽ NV ബാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞത്. സഖാവ് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരോ കൊണ്ടുവച്ച ഫ്ലെക്സ് ബോർഡ് കാണുന്നു എന്ന് വെച്ചാൽ മുഴുവൻ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട നയങ്ങളിൽ കുത്തകവൽക്കരണം നടത്തി. അദ്ദേഹം ചോദിച്ചല്ലോ, എന്താണ് CPM ഇടതുപക്ഷം അല്ലാതെയായി മാറിയത്? PWD റോഡിന് കൺസൾട്ടൻസി കൊടുത്തവരാണ്. ഏത് ഇടതുപക്ഷം? PWD റോഡിന് KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയല്ല എന്ന് പറഞ്ഞവർ. അംഗീകാരം കിട്ടാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി, പ്രകൃതിയെ പോലും നശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി ജനങ്ങളുടെ അനുമതിയില്ലാതെ അവരുടെ വീട്ടിൽ കയറി പിടിച്ചു വലിച്ച് പുറത്തിറക്കി മഞ്ഞക്കുറ്റി സ്ഥാപിച്ചവരാണ്. ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ചെയ്യാൻ കഴിയുമോ?
ഏതെങ്കിലും ഇടതുപക്ഷ ബോധ്യമുള്ളവർക്ക് ചെയ്യാൻ കഴിയുമോ? അലനും താഹയെ പോലെയുള്ള കുട്ടികളെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റിനോ ഏതെങ്കിലും ഇടതുപക്ഷമുള്ള മനുഷ്യനോ കൊണ്ടുപോയിട്ട് അവരെ കേസിൽ UAPA ചുമത്താൻ സാധിക്കുമോ? അങ്ങനെ ഇങ്ങോട്ട് നോക്കിയാൽ സംഘടനാ രീതി മുതൽ മുഴുവൻ സുരേഷ് കുമാർ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ആ പഴയ കമ്മ്യൂണിസ്റ്റായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് ഇനിയും അല്പമെങ്കിലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ സംഘടനാ രീതി എവിടെ ചെന്നെത്തി? നിങ്ങളുടെ സംഘടന എവിടെ എത്തി? നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ CPMന്റെ ജനറൽ സെക്രട്ടറിക്ക് എങ്ങനെ മൂന്നാം നിരയിൽ നിൽക്കേണ്ടി വന്നു? ഒരു മുഖ്യമന്ത്രി, സംസ്ഥാന സെക്രട്ടറിയുടെ താഴെ പോലുമുള്ള ഒരു മുഖ്യമന്ത്രി, അതായിരുന്നല്ലോ പിണറായി വിജയനും VS തമ്മിലുള്ള തർക്കം. സംസ്ഥാന സെക്രട്ടറിയുടെ താഴെ നിൽക്കേണ്ട മുഖ്യമന്ത്രി എങ്ങനെയാണ് CPMന്റെ ജനറൽ സെക്രട്ടറിയെ മൂന്നാം നിരയിൽ നിർത്തി കാവിയടിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് എന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് സംഘടനയെക്കുറിച്ചും നിങ്ങളുടെ സംഘടനാ ജനറൽ സെക്രട്ടറി അറിയാതെ എങ്ങനെയാണ് ഈ PM ശ്രീ പദ്ധതി ഒപ്പുവെക്കേണ്ടി വന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കേന്ദ്ര പദ്ധതികൾ കേരളത്തിന് കിട്ടേണ്ട സാഹചര്യം വരുമ്പോൾ ഈ കോൺഗ്രസിനും ഇത്തരത്തിൽ ഒത്തുതീർപ്പുകൾ വേണ്ടിവരും കേട്ടോ. ഇനിയും കേന്ദ്ര പദ്ധതികൾക്ക് അവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അംഗീകരിക്കാതെ പദ്ധതികളുടെ പേര് മാറ്റണം എന്നൊക്കെ ഇവിടെ ശാഠ്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും സമ്മതിക്കാത്ത രീതിയിൽ കേന്ദ്രം പിടിമുറക്കും. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ബദലാണ് കാണിക്കുക? സ്മൃതി, അതെല്ലാം ഒരുപക്ഷെ യാഥാർത്ഥ്യങ്ങളായിരിക്കും. പക്ഷെ ഞങ്ങൾ ഒരിക്കലും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മന്ത്രിസഭയെ മുഴുവൻ കാപട്യത്തിൽ നിർത്തിക്കൊണ്ട് ഒപ്പിട്ടതിന് ശേഷം വന്ന് മന്ത്രിസഭയിൽ കള്ളം പറയുന്ന പാർട്ടി ആയിരിക്കില്ല കോൺഗ്രസ്. എനിക്ക് അത് ഉറപ്പ് തരാൻ പറ്റും. CPMന് സംഭവിച്ചത് അതാണ്. മനസ്സിലായില്ലേ? CPMന്റെ ജനറൽ സെക്രട്ടറിയെ പോലും മണ്ടനാക്കിക്കൊണ്ട് എറണാകുളത്ത് വന്നു നിന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടില്ല. അപ്പൊ അതിനു മുമ്പ് ഇവിടെ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. മന്ത്രിസഭയിൽ വന്ന് ഒരു കാരണവശാലും ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞപ്പോ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. ആ കാപട്യം കോൺഗ്രസിൽ നിന്നുണ്ടാവില്ല. അതെനിക്ക് എന്തായാലും ഉറപ്പ് തരാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും കാപട്യം ഉണ്ടായി കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് കലഹം ഉണ്ടാവുന്നുള്ള കാര്യവും ഞാൻ ഉറപ്പ് തരാൻ പറ്റും. ആ കലഹമാണ് ജനാധിപത്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രാഷ്ട്രീയത്തിനകത്തുള്ള കോംപ്ലക്സിറ്റീസിൽ ഒന്നാണ് ആ കലഹം. ആ കലഹമാണ് വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന കത്തിന് അല്ലെങ്കിൽ പേപ്പറിന് റാൻ മൂളുന്ന പാർട്ടി ആയിരിക്കില്ല കോൺഗ്രസ്. കോൺഗ്രസിനകത്ത് അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, തർക്കങ്ങളുണ്ടാവും. അതിനെല്ലാം ഒടുവിൽ കൂട്ടായൊരു തീരുമാനമുണ്ടാവും. അതായിരിക്കും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ജനങ്ങൾക്ക് തിരുത്താൻ കഴിയുന്ന പാർട്ടിയായിരിക്കും കോൺഗ്രസ് എന്നുള്ള ഉറപ്പ് തരാം. അത്രേ ഉള്ളൂ. ശരി, ഷിബു മീരാൻ, നിങ്ങൾ എന്ത് വ്യത്യസ്തമായ ഭരണമാണ് നടപ്പാക്കുക എന്ന ചോദ്യം ഒരു കൗതുകമായി നിൽക്കുകയാണ്. അപ്പോൾ 10 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഭരിച്ചതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഇനി ഈ 10 വർഷാനന്തരം ഉള്ള ഈ ഭരണത്തിൽ വേണ്ടിവരും എന്നുകൂടിയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ 10 വർഷത്തെ പിഴവുകൾ LDF കാലത്ത് ഉണ്ടാക്കിയിരുന്ന പിഴവുകൾ, അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾക്കും ഒരുപാട് മാറാനുണ്ടാകും. ആ മാറ്റം എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചു വച്ചിരിക്കുന്നത്? അതിനു മുൻപ് സ്മൃതി ഒറ്റ പൊളിറ്റിക്കൽ കമന്റ്. ഇപ്പോൾ ഇവിടെ ഈ CPM പ്രതിനിധി ഒരു പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നത് ആ പാർട്ടിയുടെ ഭാവിയെ സംബന്ധിച്ച് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ 2021 വിജയം വിലയിരുത്തുന്നതിൽ തുടങ്ങി CPMന് തെറ്റുപറ്റുന്നുണ്ട്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ആൾദൈവമാണെന്നൊക്കെയാണ് അവർ മനസ്സിലാക്കി വെച്ചത്. കോവിഡും പ്രളയവും 2 ഡിസാസ്റ്ററുകളെ മാനേജ് ചെയ്തതിൽ ഉണ്ടായ വൈകാരികമായ ഒരു ക്യാപിറ്റലിൽ നിന്നാണ് ആ ഗവൺമെന്റ് രൂപപ്പെട്ടു വരുന്നത്. കൽപ്പറ്റ നാരായണ മാഷ് തുപ്പാൻ മറന്ന കാലം എന്നാണ് ഈ കോവിഡ് കാലത്തെ വിളിച്ചത്. മാഷിന്റെ ഒരു കവിത എങ്ങനെയാണ്? തുപ്പാൻ മറന്ന കാലത്ത് അമൃതാണെന്ന് കരുതി തൊണ്ടക്കുഴിയിൽ നിന്ന് നാം താഴേക്ക് ഇറക്കിയത് വിഷമായിരുന്നു എന്നാണ്. അതൊരു പൊളിറ്റിക്കൽ കവിതയാണ്. ആ കാലത്ത് കേരളം താഴേക്ക് ഇറക്കിയ കൊടിയ വിഷമായിരുന്നു രണ്ടാം പിണറായി സർക്കാർ എന്ന് ബോധ്യപ്പെടുത്ത ഒരു സന്ദർഭത്തിൽ ജനങ്ങളുടെ ഒരു താക്കീതിന്റെ മുൻപിലാണ് ഇപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത്. ഞാൻ ആ പാർട്ടിയെ തിരുത്താൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഇന്ന് മെയ് മാസം 4-ാം തീയതിയാണ്. വടകരയിലെ വള്ളിക്കാട് റോഡിലെ സഖാവ് TP ചന്ദ്രശേഖരന്റെ രക്തസാക്ഷി കുടീരത്തിൽ ഇങ്ങനെ 2 വരി കവിതയുണ്ട്. വീണതല്ലിവൻ വീണ്ടും ഉയർക്കുവാൻ വിത്തുപോലെ മറഞ്ഞിരിപ്പുണ്ടവൻ എന്നാണ്. ആ കവിതയും ആ രക്തസാക്ഷി കുടീരവും നൽകുന്ന സന്ദേശം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സിലാകുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ തിരുത്താനും മുന്നോട്ട് പോകാനും കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 10 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഭരിച്ച കാലവും ഇപ്പോഴത്തെ ഈ കാലവും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് സ്മൃതി. ഈ ദിവസം രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്ന് ഞങ്ങളത് വായിച്ചെടുക്കുന്നുണ്ട്. രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് സംഘപരിവാറിന്റെ ഇന്ത്യൻ ഫെഡറലിസത്തെ വെല്ലുവിളിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്നത്
എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതിരോധവും എന്ന് പറയുന്നത്. ആ ബോധ്യത്തോടെ ഏറ്റവും കൃത്യമായി ഇവിടുത്തെ പൊതുസമൂഹത്തെ ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ട് ഈ ഗവൺമെന്റിനോട് നെഗോഷിയേറ്റ് ചെയ്യാൻ, ആ നെഗോഷിയേറ്റിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഈ കേരളത്തിന്റെ മതനിരപേക്ഷ ബോധത്തെ, കേരളം ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച ഈ മാൻഡേറ്റിന്റെ രാഷ്ട്രീയ സന്ദേശത്തെ ഒറ്റുകൊടുക്കുന്ന നിലപാടുകൾ ഞങ്ങളിൽ നിന്നുണ്ടാവില്ല എന്ന വാക്കാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് ഞങ്ങളുടെ ബദൽ, അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതിരോധം. സ്മൃതി, ശരി, അതൊരു പ്രധാനപ്പെട്ട വാചകമായി ഞാൻ കാണുകയാണ്. CPM പ്രതിനിധിയിലേക്ക് ഞാൻ ഒന്നുകൂടി പോവുകയാണ്. നമുക്ക് ചർച്ച അവസാനിപ്പിക്കും മുമ്പ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, ആരും ശത്രുക്കളായിട്ടല്ല നമ്മൾ ഈ ചർച്ചയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 10 വർഷത്തെ നേട്ടം നിങ്ങൾ ആ രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ നിങ്ങളുടെ പ്രചാരണങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിവ് കൂടി വരേണ്ടതല്ലേ? കാരണം അങ്ങേയറ്റം വിദ്വേഷം തോന്നിക്കുന്ന അല്ലെങ്കിൽ വിദ്വേഷ ഭാവത്തിലുള്ള പ്രചാരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പുറത്ത് ഒരു എതിരാളിയാണ്, ആ എതിരാളിയുമായി ഒരു രാഷ്ട്രീയ യുദ്ധത്തിലാണ് നീങ്ങുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ്. പക്ഷേ അതിലപ്പുറം കടക്കുന്ന പ്രയോഗങ്ങൾ, നുണ പറയുന്ന പ്രതിപക്ഷ നേതാവ്, അതിന് നുണേശൻ എന്ന് വിളിക്കുക, എപ്പോഴും നുണ പറയുന്ന ആളെന്ന് പറയുക, ഇത്തരം പ്രയോഗങ്ങളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു? അതോടൊപ്പം ചോദ്യങ്ങളോട് എങ്ങനെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ പിണറായി വിജയനാണോ ഈ പരാജയത്തിന് ഉത്തരവാദി എന്ന ചോദ്യം ഉയരുന്നത്. നോക്കൂ, ഇത്തരത്തിലുള്ള കള്ളപ്രചാര വേലകളിലൂടെ CPM-നെയും ഇടതുപക്ഷത്തെയും എത്രമാത്രം പ്രതിരോധത്തിലാഴ്ത്താം എന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിലേക്ക് അഭിഭാഷകനായിട്ടുള്ള രാജ്യസഭാ അംഗമായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാവ് വളരെ പൊതിഞ്ഞ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, വടകരയിലെ നടന്ന കൊലപാതകത്തെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ, ഞാൻ പറയട്ടെ, ഞാൻ കേട്ടിരുന്നയാളാണ്, നിങ്ങൾ സഹിഷ്ണുത വേണം. കേരളത്തിൽ ആദ്യമായി ഒരു MLA കൊല്ലപ്പെടുന്നത് ആരുടെ കൈകൾ കൊണ്ടാണ്? കേരളത്തിൽ ആദ്യമായി ഒരു മുനിസിപ്പൽ ചെയർമാൻ കൊല ചെയ്യപ്പെടുന്നത് ആരുടെ കൈകൾ കൊണ്ടാണ്? നിങ്ങളാണ് ഞങ്ങൾക്ക് സാരോപദേശം നൽകാൻ വേണ്ടി വരുന്നത്. ഞാൻ നേരത്തെ ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ഞങ്ങൾക്കുണ്ടായ തകർച്ചയിൽ അത് മൂല്യ തകർച്ചയാണ് എന്ന് പരക്കെ അംഗീകരിക്കപ്പെടത്തക്ക വിധത്തിൽ ഞങ്ങളെ ഉപദേശിക്കുന്നതിന് വേണ്ടി സ്മൃതി ഉൾപ്പെടെ 6 ആളുകൾ, അതിൽ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടയാൾ ഉൾപ്പെടെ 6 ആളുകളെ കൊണ്ടിരുത്തി ഞങ്ങളെ ഉപദേശിക്കുകയാണ്. ഞാനിവിടെ വളരെ കൃത്യമായി പറയുന്നു, അത്തരത്തിൽ ഞങ്ങളെ ആക്രമിക്കുന്നതിന്, ഞങ്ങളെ ഇല്ലാതാക്കുന്നതിന് കേരളം വർഗീയ കക്ഷികളുടെ കൈകളിലേക്ക് പോയാലും കുഴപ്പമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും ഭരണവും അവരുടെ സ്വാധീനവും ഈ സംസ്ഥാനത്ത് നിന്നും എന്നേക്കുമായി നഷ്ടപ്പെടണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവരുടെ സാരോപദേശം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഈ പരാജയം നന്നായി പഠിച്ച്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് വീണ്ടും പ്രവർത്തിക്കും. ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെങ്കിൽ ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ തള്ളിക്കളയാം, എങ്കിലും ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളുമായി ഈ തെരുവോരങ്ങളിൽ തന്നെ ഉണ്ടാകും എന്ന മറുപടി മാത്രമേ അതിന് പറയാനുള്ളൂ. പിന്നെ നുണേശൻ എന്ന് വിളിച്ചതും മറ്റു പലതും വിളിച്ചത്, ഇവിടെ എന്തെല്ലാം വിളിച്ചു സ്മൃതി. ഇവിടെ കോഴിക്കോട് ബേപ്പൂരിൽ നിന്ന് വിജയിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ നിങ്ങൾ ഉൾപ്പെടെ എന്തെല്ലാം പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രകോപനപരമായി ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ലല്ലോ. എന്ത് പ്രയോഗം നടത്തി? റിയാസിനെ, പ്രിയങ്കനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് മുഹമ്മദ് റിയാസിനെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹം വിവാഹം കഴിച്ചു പോയതിന്റെ പേരിൽ എന്തെല്ലാം പദങ്ങൾ ഉപയോഗിച്ചാണ് അദ്ദേഹത്തെ ഞാൻ എന്തായാലും ആ നിങ്ങളിലില്ല. കാടടച്ച് വെടിവെക്കരുത്. ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കണ്ണിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇല്ലില്ല, ഞാൻ പറയില്ല എന്നുള്ളത് എന്റെ ബോധ്യമാണ്. ഞാനത് പറയില്ല, പറയുന്നവരെ തിരുത്തുകയും ചെയ്യുമ്പോൾ അതിന്റെ അട്ടിപ്പേർ അവകാശം സ്മൃതി പരുത്തിക്കാരെടുക്കണ്ട. അല്ല, നിങ്ങൾ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി ഞാനും എടുക്കണ്ട. ഞാൻ പറഞ്ഞത് ഈ സമൂഹം ആരെയെല്ലാം അധിക്ഷേപിച്ചിട്ടുണ്ട്. പിണറായിയെ അധിക്ഷേപിച്ചിട്ടുണ്ട്, സഖാവ് മുഹമ്മദ് റിയാസിനെ അധിക്ഷേപിച്ചിട്ടുണ്ട്, സഖാവ് ഷംസീറിനെ അധിക്ഷേപിച്ചിട്ടുണ്ട്, സഖാവ് കോടിയേരി അധിക്ഷേപിച്ചിട്ടുണ്ട്, നമ്മുടെ നേതാക്കന്മാരെ എല്ലാവരെയും, കടകംപള്ളി അധിക്ഷേപിച്ചിട്ടുണ്ട്, എല്ലാവരെയും, സഖാവ് ശിവൻകുട്ടിയുടെ രോഗാവസ്ഥയെ അധിക്ഷേപിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു നുണേശൻ മാത്രം ഇങ്ങനെ പർവ്വതീകരിച്ച് കാണിക്കുന്നതിന് പിന്നിൽ ദുഷ്ടരാക്കുണ്ട്. ശരി, അപ്പോൾ ഞാനൊന്നും അങ്ങയോട് എനിക്കൊരു കമന്റ് ഇല്ല. നോക്കൂ അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, ഈ പരാജയത്തിന്റെ ഘട്ടത്തിൽ നിങ്ങൾ എന്തൊക്കെ തിരുത്തലുകൾ വരുത്തുന്നു എന്നൊരു കൗതുകത്തിൽ ഞാൻ ചോദിച്ചു പോയതാണ്. എന്നോട് ക്ഷമിക്കൂ. വളരെ നന്ദി. ശ്രീ രാജു P. നായർ, അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഡോക്ടർ മോഹൻ വർഗീസ്, NV ബാലകൃഷ്ണൻ, ശ്രീ രമേശ് മാത്യു ചർച്ചയിൽ പങ്കെടുത്ത്
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.